നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന് കൊടിയിറങ്ങി, ജനങ്ങളുടെ വിധി മുദ്രവെച്ചു. വാഗ്ദാനങ്ങളും വിമർശനങ്ങളും ഏറ്റുമുട്ടിയ ദിവസങ്ങൾക്കൊടുവിൽ ഇനി കാത്തിരിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: ജനവിധിയുടെ ഫലം. ആരാകും അധികാരത്തിലേക്ക്, ആരാകും പ്രതിപക്ഷത്തേക്ക്? ജനങ്ങൾ എഴുതിയ ഈ കഥയുടെ അവസാന അധ്യായം തുറക്കാൻ ഇനി 25 ദിവസം. SIRന്റെ കൂടി വിജയം. ഇതാണ് യഥാർത്ഥ പോളിംഗ് ശതമാനം. ഇതുവരെ കണ്ട കണക്കുകളെല്ലാം മറവിൽ പോകുന്നു. വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചതോടെ വോട്ട് ചെയ്തവരുടെ കൃത്യമായ ചിത്രം ഇപ്പോൾ വ്യക്തമാണ്. ഡ്യൂപ്ലിക്കേറ്റുകളും മരിച്ചവരുടെ പേരുകളും നീങ്ങിയപ്പോൾ ബാക്കി നിൽക്കുന്നത് യഥാർത്ഥ വോട്ടർമാരുടെ പങ്കാളിത്തം മാത്രം. ഇത് വെറും ശതമാനത്തിന്റെ കളിയല്ല, ജനാധിപത്യത്തിന്റെ വിശ്വാസ്യതയിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പ്പാണ്. ഇപ്പോൾ ചോദ്യം ഒന്നു മാത്രം: ഈ യഥാർത്ഥ പോളിംഗ് ശതമാനം ആരെ തുണയ്ക്കും? മാറ്റത്തിനോ ഈ ആവേശം? പോളിംഗ് ശതമാനത്തിൽ വലിയ ഉയർച്ചയാണ് ഇത്തവണ ഉണ്ടായത്. 2,71,00,000 വോട്ടർമാരിൽ 2 കോടിക്ക് മുകളിൽ വോട്ടർമാർ 5 മണിയായപ്പോഴേക്കും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരുന്നു. യഥാർത്ഥ ചിത്രം വരുമ്പോൾ 80% മുകളിലേക്ക് പോകുമെന്നാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ പറയുന്നത്. 85% ഇലക്ഷൻ കമ്മീഷന്റെ ലക്ഷ്യം. SIR വന്നതോടുകൂടി ശുദ്ധീകരിച്ച വോട്ടർ പട്ടികയുമായാണ് ഇത്തവണ പോളിംഗ് നടന്നത്. അതിനാൽ തന്നെ പോളിംഗ് ശതമാനം കൂടുമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ ഇത്ര കണ്ട് കൂടുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പോലും വിചാരിച്ചു കാണില്ല. പക്ഷേ പ്രചാരണം വലിയ രീതിയിൽ കമ്മീഷൻ നടത്തിയതുമാണ്. സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. മിക്ക ജില്ലകളിലും 80% മുകളിൽ പോവുകയും ചെയ്യും. ശ്രീ ശ്രീത് പണിക്കർ, ശ്രീ സിബി സത്യൻ, ഡോക്ടർ ജി ഗോപകുമാർ എന്നിവർ ചേരുകയാണ്. ഡോക്ടർ ജി ഗോപകുമാർ, എങ്ങനെ കാണുന്നു ഇന്നത്തെ ഈ വലിയ പോളിംഗ് ശതമാനത്തെ? പോളിംഗ് ശതമാനം കൂടുമെന്ന് അറിയാവുന്ന കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ 2021 താരതമ്യപ്പെടുത്തുമ്പോൾ ആകെ പോൾ ചെയ്ത വോട്ടർമാരുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. അപ്പോൾ വലിയ ആവേശമാണ്. ഈ ആവേശം എന്തിന്റെ സൂചനയായിട്ടാണ് താങ്കൾ കാണുന്നത്? തിരഞ്ഞെടുപ്പിൽ കൂടുതൽ പോളിംഗ് വരുന്നത് തീർച്ചയായിട്ടും ആരോഗ്യപരമായ ഒരു വ്യക്തതയാണ് അതിനകത്ത് കാണുന്നത്. കാരണം ജനങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ടെന്നും അവരുടെ വോട്ട് കൊണ്ട് കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് പോളിംഗ് ശതമാനം വർദ്ധിച്ചതിൽ നിന്ന് കാണുന്നത്. അതുകൊണ്ടാണ് താങ്കൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. ഈ ഭാരതത്തെ ഒരു തെരഞ്ഞെടുപ്പ് ജനാധിപത്യമാണ്, ഇലക്ട്രൽ ഡെമോക്രസി എന്നാണ് പൊതുവെ വിശേഷിക്കപ്പെടുന്നത്. നിരവധി തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ പഴയ കാലത്തെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം വർദ്ധിച്ചു വരുന്നതൊരു ആരോഗ്യപരമായ ലക്ഷണമാണ്. കേരളത്തിൽ എന്നും പോളിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായിരുന്നു, സമീപകാലത്ത് ഒന്ന് കുറഞ്ഞു. പക്ഷേ ഇപ്പോൾ കണ്ട ഈ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് വർധനവിന്റെ പ്രധാന കാരണങ്ങൾ, ആദ്യത്തേത് SIR തന്നെയാണ്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. കാരണം എത്രയോ കാലമായിട്ട് മരിച്ചവരുടെ പേരുകൾ, ഡ്യൂപ്ലിക്കേറ്റ് ആൾക്കാരുടെ പേരുകൾ, സ്ഥലം നാട് വിട്ട് മറ്റൊരു സംസ്ഥാനത്തിലോ മറ്റൊരു പ്രദേശത്തോ പോയി താമസിക്കുകയും ചെയ്യുന്നവരുടെ വോട്ടുകൾ, അതൊന്നും വെട്ടി മാറ്റാതെ പഴയ തെരഞ്ഞെടുപ്പ് റോളും കൊണ്ട് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വളരെ ശക്തമായ നിലപാട് ആ ദേശീയ തലത്തിൽ തന്നെ എടുത്തു. ബീഹാറിലൊക്കെ 69 ലക്ഷം പേരാണ് പുറത്തുപോയി, നമ്മൾക്കറിയാം. ഇവിടെ 3 ലക്ഷം പേര്. അത് തീർച്ചയായിട്ടും ഇലക്ടറൽ റോളിൽ നല്ലൊരു സിസ്റ്റം ഉണ്ടായി. അത് ശുദ്ധീകരിക്കപ്പെടുക തന്നെ ചെയ്തു. അത് തന്നെയാണ് പോളിംഗ് ശതമാനം വർദ്ധിച്ചതിന്റെ ആദ്യത്തെ ലക്ഷണം. 2, തീർച്ചയായിട്ടും പഴയ രീതിയിൽ കണക്കാക്കുമ്പോൾ കൂടുതൽ പോളിംഗ് വരുമ്പോൾ അത് UDFന് ഗുണം ചെയ്യും എന്നുള്ള കണക്ക് പഴയ കാലത്തുണ്ടായിരുന്നത് പലപ്പോഴും തെറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. പോളിംഗ് ശതമാനം വർദ്ധിച്ചത് ഒരു ചെറിയ തരംഗത്തിന്റെ ലക്ഷണമാണ്. അത് വലിയ ആഞ്ഞടിച്ച തരംഗമാണോ ചെറിയ തരംഗമാണോ എന്നുള്ളത് പോളിംഗ് റിസൾട്ട് വരുമ്പോഴേ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഡോക്ടർ ജി ഗോപകുമാർ, ഒരു കാര്യം കൂടി SIRൽ നിന്ന് വിട്ടുപോകരുത്. SIRൽ ഒരു കാര്യം കൂടി, ഒരു അങ്കലാപ്പ് കൂടി മുന്നണികൾക്കുണ്ട്. അത് നമ്മൾ ഈ വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോഴും അങ്ങനെയാണ്. ചില മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് BJPക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം തുടങ്ങിയ മണ്ഡലങ്ങൾ, തിരുവനന്തപുരം സെൻട്രലും ഉൾപ്പെടുന്നുണ്ട്. ഇവിടെയൊക്കെ വലിയ രീതിയിൽ വോട്ടർമാരുടെ എണ്ണം തന്നെ കുറഞ്ഞിട്ടുണ്ട് 2021 താരതമ്യപ്പെടുത്തുമ്പോൾ. ഉദാഹരണത്തിന് തിരുവനന്തപുരം സെൻട്രൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ 2 ലക്ഷത്തിന് മുകളിൽ 2,03,000 ഉണ്ടായിരുന്ന വോട്ടർമാരുടെ എണ്ണം
1,50,800 കുറഞ്ഞിട്ടുണ്ടായിരുന്നു ആകെ വോട്ടർമാരുടെ എണ്ണം. ഈ രീതിയിൽ നേമം, അതുപോലെ തന്നെ വട്ടിയൂർക്കാവ്, ഇവിടെയൊക്കെ അങ്ങനെ തന്നെ. മഞ്ചേശ്വരത്ത് പക്ഷേ 9,000-ഓളം കൂടുകയാണ് ചെയ്തത്. അത് മറ്റൊരു കണക്കാണ്. അപ്പോൾ ഈ വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞതും അതും ഒരു പ്രധാന ഘടകമാണല്ലോ. വെട്ടിമാറ്റിയ വോട്ടർമാരുടെ എണ്ണം അതിനനുസരിച്ച് കൂടുകയാണല്ലോ ചെയ്തത്. അവിടെ സ്വാഭാവികമായിട്ടും പോളിംഗ് ശതമാനവും കൂടും. പക്ഷേ ഇത് എന്തിൻ്റെങ്കിലും സൂചനകളാണോ? അവിടെ അങ്കലാപ്പോടുകൂടി ഏത് മുന്നണിയാണ് ഇതിനെ കാണേണ്ടത്? ഒരു മുന്നണിക്കും ഇക്കാര്യത്തിലൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ വിഷയം അവർ വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാതിരുന്നത്. അതെ, അവർ വ്യക്തതയില്ലാതെ മാത്രമല്ല, നമ്മളങ്ങനെ പാർട്ടികളായാലും ആരോപിക്കുന്നതിൽ വലിയ സാങ്കത്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമിക നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം വ്യക്തമായിട്ട് പാർട്ടിയുടെ പോക്കറ്റ് സീറ്റുകൾ നിൽക്കുന്നത് CPM-ന് കുറച്ച് കണ്ണൂറും ഉണ്ട്, കുറച്ച് പാലക്കാടുമുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും മലപ്പുറവും പിന്നെ അപൂർവമായിട്ട് കോഴിക്കോടും കാസർഗോഡിലെ ചില പോക്കറ്റുകളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ നിലയ്ക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും പോക്കറ്റ് സീറ്റുകളില്ല. അബ്സല്യൂട്ട്ലി സേഫ് എന്ന് പറയാനില്ല. ഒരുപക്ഷെ കോൺഗ്രസിന്റെ കാര്യത്തിൽ തൃക്കാക്കര സീറ്റ് വേണമെങ്കിൽ കഷ്ടിച്ച് പറയാം. അവിടെയും ഒരു തവണ പഴയ എറണാകുളത്ത് കോൺഗ്രസ് ഒരിക്കൽ തോറ്റിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ തെരഞ്ഞെടുപ്പും ജയിക്കും ആര് നിന്നാലും എന്ന് പറയുന്ന, അതുകൊണ്ട് ഈ BJP-യുടെ സാങ്കത്യമാണ്, BJP-യുടെ പ്രസൻസ് ഉള്ളിടത്ത് കുറച്ചേ കുറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ നമുക്ക് ആരോപണങ്ങളായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതല്ലാതെ പൊതുവിൽ വാസ്തവത്തിൽ കേരളത്തിൽ 3 ലക്ഷത്തിന്റെ കുറവേ വന്നിട്ടുള്ളൂ. ഞാനത് 140 മണ്ഡലത്തിലേക്ക് ഒന്ന് ശരാശരി നോക്കിയപ്പോൾ 2200 വോട്ടുകളാണ് ഒരു നിയോജകമണ്ഡലത്തിൽ കുറഞ്ഞിരിക്കുന്നത്. അത് അത്ര ക്രൂഷ്യലാണ്, അത്ര അപകടകരമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വട്ടിയൂർക്കാവ് പക്ഷേ ചില മണ്ഡലങ്ങൾ നോക്കുമ്പോൾ വലിയ കുറവുണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ നേമത്ത് തന്നെ കഴിഞ്ഞ 2021 2,04,718 ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ 1,71,178 ഉള്ളൂ. അത്തരം ഒരു വലിയ കുറവാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. 30,000-ന് മുകളിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ പോളിംഗ് ശതമാനം സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ കൂടും. കാരണം ശുദ്ധീകരിച്ച വോട്ടർ പട്ടികയാണല്ലോ, ഉള്ള വോട്ടർമാർ തന്നെയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നതൊന്നും യഥാർത്ഥ കണക്കല്ല. അങ്ങനെയും കൂടി കാണേണ്ടി വരില്ലേ? അതെ, പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നത് ശുദ്ധീകരിക്കപ്പെട്ടതിന്റെ ലക്ഷണം തന്നെയാണ്. ഞാനീ പറഞ്ഞു വന്നത്, ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ വിടുവേല ചെയ്തു എന്നുള്ളതിന് ഒരു സാങ്കത്യവുമില്ല. കാരണം കേരളത്തിൽ ആകെ BJP ജയിച്ചത് ഒരേ ഒരു ഇലക്ഷൻ മാത്രമാണ്, 2016. പിന്നീട് അത് തോൽക്കുകയും ചെയ്തു. അപ്പോൾ ഏതെങ്കിലും പാർട്ടിയുടെ കുത്തക സീറ്റുകളിലാണെങ്കിൽ അങ്ങനെ സംഭവിക്കേണ്ടിയിരുന്നത് ഇവിടെയൊന്നും അല്ല, വലിയ രീതിയിൽ സംഭവിക്കേണ്ടത് കണ്ണൂറും മലപ്പുറവും ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് ഇതിന് വലിയ സാങ്കത്യമില്ല. നമുക്ക് വിമർശിക്കാം എന്നല്ലാതെ അതിൽ കവിഞ്ഞ കാര്യമൊന്നുമില്ല. മാത്രമല്ല ഇത് ജാതി നോക്കി വെട്ടിക്കുറച്ചു, ഇതൊക്കെ വാസ്തവത്തിൽ തോൽക്കുമ്പോഴോ അല്ലെങ്കിൽ തിരിച്ചടി കിട്ടുമ്പോഴോ തോൽക്കുന്ന ഭാഗത്തുകാർ പറയുന്ന ഒരു ന്യായം മാത്രമാണ്. ഇവിടെ കേരളത്തിലെ സാഹചര്യത്തിൽ വോട്ടർമാരൊക്കെ വളരെ ജാഗ്രത പാലിക്കുന്നവരാണ്. അങ്ങനെ വെട്ടിക്കളഞ്ഞാൽ വെറുതെ ഇരിക്കും ഇത്രയും നാളുകളിടയ്ക്ക്. ഫസ്റ്റ് റൗണ്ടിൽ ഇലക്ടറൽ റോളിൽ അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ബൂത്ത് ലെവൽ ഓഫീസർമാരെ ഒക്കെ നോക്കി ചെയ്തു. അതിനകത്ത് അവർ തന്നിരുന്ന സമ്പ്രദായത്തിനനുസരിച്ച് പല ബാലറ്റും നമ്മൾ കൊടുത്ത അപേക്ഷകൾ പലതും തള്ളിപ്പോയിട്ടുണ്ട്. എന്റെ തന്നെ 4 വോട്ടുകൾ, എന്റെ കുടുംബത്തിൽ 4 വോട്ടുകൾ വെട്ടിപ്പോയി, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ ഞാൻ വീണ്ടും ഡേറ്റ വെച്ച് കൊടുത്തു. അടുത്ത പ്രാവശ്യം ശുദ്ധീകരിച്ച് വന്നപ്പോൾ വീണ്ടും ഞങ്ങൾ 4 പേരുടെയും പേര് അതിനകത്ത് വന്നു. കൂടുതലായിട്ട് അവർ ചോദിച്ചത് ആധാർ കാർഡ്, പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു കാർഡ്, മറ്റേ പാൻ കാർഡ് ഉണ്ടെങ്കിൽ അത് കൊടുത്തപ്പോൾ കാര്യം ശരിയായി. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ വളരെ ജാഗ്രതയുള്ളവരാണ്. ദേ കനോട്ട് ബി ടേക്കൺ ഫോർ എ റൈഡ്. അതുകൊണ്ട് അങ്ങനെ വെട്ടി മാറ്റിക്കളയാം അങ്ങനെ ഒരു സംസ്ഥാനമാണ് കേരളമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ ആൾക്കാർ അത് വിട്ടുകൊടുക്കുകയുമില്ല. അപ്പോൾ അതാണ് ആദ്യമായിട്ട്. അതിനെക്കുറിച്ചുള്ളത് കഴിഞ്ഞെങ്കിൽ ഞാൻ മറ്റു കാര്യത്തിലേക്ക് വരാം. SIR-ന്റെ ക്രെഡിബിലിറ്റിയെ ഞാൻ ആക്ഷേപിക്കാൻ തയ്യാറല്ല. കാരണം അവർ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും വ്യക്തമായ രാഷ്ട്രീയമുള്ളവരുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ തെളിവുകൾ ഇതിനകം വരുമായിരുന്നു. ഇനി തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്നത്, പരമ്പരാഗതമായി പഴയ കാലത്തൊക്കെ പറഞ്ഞിരുന്നത് പോളിംഗ് ശതമാനം വർദ്ധിക്കുമ്പോൾ UDF-ന് ഗുണവും പോളിംഗ് ശതമാനം കുറയുമ്പോൾ LDF-ന്, ആ കണക്കുകളൊക്കെ പോയി. ഇപ്പോൾ കേരളത്തിലെ 3 പ്രധാനപ്പെട്ട മുന്നണികളാണ് മത്സരിക്കുന്നത്. ആ 3 മുന്നണികൾ കാര്യമായ പ്രവർത്തനം നടത്തി എന്ന് മാത്രമല്ല, ഇത്തവണ കഴിയുന്നത്ര വോട്ട് ട്രാൻസ്ഫർ നടക്കാതെ അവരവരുടെ മുന്നണിക്ക് മാക്സിമം വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ആ മാക്സിമൽ എഫക്റ്റിന് വേണ്ടി അവർ പരിശ്രമിച്ചു. അത് വോട്ടർമാർക്ക് കൂടുതൽ മൊബിലിറ്റി ഉണ്ടാക്കി. ആ മൊബിലിറ്റി ഉണ്ടാക്കുന്നതും പോളിംഗ് ശതമാനം വർദ്ധിച്ചതിന്റെ മറ്റൊരു ലക്ഷണമാണ്. 3, ഇവിടെ കമ്മ്യൂണൽ അല്ലെങ്കിൽ കാസ്റ്റ് മൊബിലൈസേഷൻ എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ട്. ഇവിടെ തീർച്ചയായിട്ടും
നമ്മൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന ഓമനപ്പേരിൽ വിളിക്കുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയം അത് തീർച്ചയായിട്ടും ഇവിടെ മൈനോറിറ്റി കൺസോളിഡേഷന് കാരണമാക്കി എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ മൈനോറിറ്റി കൺസോളിഡേഷൻ സംഭവിക്കുന്നതും അതോടൊപ്പം തന്നെ മറുവശത്തൊരു കൗണ്ടർ കൺസോളിഡേഷൻ സംഭവിക്കുന്നതും കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ എന്തെങ്കിലും ഒരു സൂചന പറയുമ്പോൾ ഇത് തീർച്ചയായിട്ടും യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് ആശ്വാസം നൽകുന്ന ഒരു പോളിംഗ് ശതമാനമാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് പോളിംഗ് ശതമാനം വർദ്ധിച്ച മേഖലകളൊക്കെ നോക്കിക്കഴിയുമ്പോൾ അത് ഒരു മാറ്റത്തിന്റെ സൂചനയാണ് അവിടെ കാണുന്നത്. അതിന്റെ ഒരു തരംഗത്തിന്റെ സൂചനയാണ് കാണുന്നത്. ആ നിലയ്ക്ക് UDFന് വലിയ ശുഭപ്രതീക്ഷ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. ഒരു ചെറിയ തോതിൽ BJPയും കൺസോളിഡേറ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJP NDA നേടിയ വോട്ടിംഗ് ശതമാനത്തേക്കാൾ 2% കൂടുതൽ വോട്ട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പാർലമെന്റ് അല്ല, കഴിഞ്ഞ അസംബ്ലിയിലെ വോട്ടിംഗ് ശതമാനത്തേക്കാൾ കുറഞ്ഞത് 2%-എങ്കിലും കൂടുതൽ വരാൻ വഴിയുണ്ട്. അപ്പോൾ എല്ലാ പാർട്ടികളും അവരവരുടെ വോട്ടുകൾ സമാഹരിക്കാൻ ശ്രമിച്ചതും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയതുമെല്ലാം തീർച്ചയായിട്ടും പോളിംഗ് ശതമാനത്തിന് കാരണമാക്കി. ശരി, സിബി സത്യൻ, ഒരു മാറ്റത്തിന്റെ സൂചനയാണോ ഈ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിരിക്കുന്ന ഉയർച്ച? ഈ SIR കാരണമാണ് ഇങ്ങനെ പോളിംഗ് ശതമാനം കൂടിയത് എന്ന് പറയാം. പക്ഷേ അതേസമയത്ത് തന്നെ വോട്ട് ചെയ്തവരുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആവേശം അവിടെ കാണാം. 2021 വോട്ട് ചെയ്ത വോട്ടർമാരുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചത് അത്ര ആവേശത്തോടു കൂടിയാണ്. ഇങ്ങനെ സമീപിക്കുമ്പോൾ അതൊരു മാറ്റത്തിന് വേണ്ടിയുള്ളതാണോ? ഇപ്പോൾ ഡോക്ടർ ജി ഗോപകുമാർ പറയുന്നത് UDFന് കുറച്ചുകൂടി ആശ്വാസം കൂടുതലായിരിക്കും എന്നാണ്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? മനുഷ്യ ആക്ച്വലി പുതിയ വോട്ടർ ടേൺഔട്ടിന്റെ കഥ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു 70% ആനുകൂല്യവും SIRന് തന്നെ കൊടുക്കണം എന്നാണ് എന്റെ പക്ഷം. കാരണം വെച്ച് കഴിഞ്ഞാല് നല്ല രീതിയിൽ വോട്ടർമാരെ ഡിലീഷൻ നടന്നു. അതായത് എനിക്ക് തോന്നുന്നു 20 ലക്ഷത്തിന് മുകളിൽ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് 12 ലക്ഷത്തോളം, എനിക്ക് അതിന്റെ കണക്ക് അത്ര കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷെ നല്ല രീതിയിലുള്ള വോട്ടിംഗ് ഡിലീഷൻ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടർ പട്ടിക പുതുക്കിയതിന്റെ എഫക്റ്റ് ആണ് നമ്മുടെ വോട്ടിംഗ് ശതമാനം. അവസാനം എല്ലാം കൂടെ നോക്കുമ്പോൾ നമ്മൾ 2021 താരതമ്യം ചെയ്യുമ്പോൾ 3 ലക്ഷത്തിന്റെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, പുതിയ വോട്ടർമാർ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനാൽ എനിക്ക് തോന്നുന്നു ശ്രീത്ത് അതിനകത്ത് ഒരു 8 ലക്ഷത്തോളം ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഒരു സെക്കൻഡ് സിബി, ശ്രീത്തിന് വ്യക്തമായിട്ട് അറിയാം കണക്ക്. ഒന്ന് മ്യൂട്ടാണ് ശ്രീത്ത്, മ്യൂട്ടാണ്. കേൾക്കുന്നില്ല ശ്രീത്ത്. കേൾക്കുന്നില്ല. സിബി തുടർന്നോളൂ. ഏതായാലും ഈ 22 ലക്ഷമൊന്നും ഇല്ല കേട്ടോ, 12 ലക്ഷമൊന്നുമില്ല. ശ്രീത്ത് കേൾക്കുന്നില്ല, അതുകൊണ്ടാണ്. അതെ, അതിന്റെ നല്ലൊരു ശതമാനം ഈ വോട്ടർ ടേൺഔട്ട് പെർസെന്റേജ് കൂടിയതിന്റെ നല്ലൊരു ശതമാനം ഞാൻ ആട്രിബ്യൂട്ട് ചെയ്യുന്നത് SIRനാണ്, അപ് ടു 70%. പിന്നെ രണ്ടാമത്തെ കേസ് ഞാൻ കാണുന്നത് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ശക്തമായിട്ടുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കുന്നുണ്ട്. കാരണം നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ മിക്കവാറും ബൂത്തുകളിൽ, ഞാൻ കുറച്ച് ബൂത്തുകൾ സന്ദർശിച്ചു, അതിനകത്ത് നോക്കുന്നിടത്തെല്ലാം സ്ത്രീകളുടെ ഒരു വലിയ ക്യൂ ആണ് കാണാൻ കഴിയുന്നത്. സ്ത്രീകൾ വൻതോതിൽ ഇത്തവണ വോട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ മാറ്റമാണ്. സാധാരണഗതിയിൽ ഈ അടുക്കളയുടെ സമ്പദ് വ്യവസ്ഥ കാര്യമായിട്ട് ബാധിക്കപ്പെടുമ്പോഴാണ് സ്ത്രീകൾ ഇത്ര കൂട്ടത്തോടെ വോട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പൊ അടുക്കളയുടെ സമ്പദ് വ്യവസ്ഥ കാര്യമായി ബാധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം കാരണം ഇൻഫ്ലേഷൻ അടക്കമുള്ള, വിലക്കയറ്റം അടക്കമുള്ള നിരവധി കാരണങ്ങൾ ജനരോഷത്തിന് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രശ്നം കൊണ്ടല്ലെങ്കിലും ഇപ്പൊ അടുത്ത കാലത്ത് വന്ന ഗ്യാസ് പ്രശ്നം കൂടെ, ഈ പാചകവാതകത്തിന്റെ പ്രശ്നം കൂടെ ഒരു പക്ഷേ വോട്ടർമാരെ ഇമ്പാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പ്രചരണം നോക്കുമ്പോഴും ഡാറ്റയും കണക്കും വെച്ച് നോക്കിയാൽ LDFന് വളരെ നേരിയ തോതിൽ കടന്നുകൂടാൻ പറ്റുന്ന ഒരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുണ്ടായിരുന്നത്. കാരണം പ്രത്യേകിച്ച് പ്രചരണത്തിന്റെ കാര്യം എടുത്ത് നോക്കിയാൽ പോലും UDF കൊണ്ടുപോയി LDFന്റെ കയ്യിൽ കൊണ്ടുവച്ചു കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ കാലമായിരുന്നു അത്. കാരണം യാതൊരു തരത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ സഹായമോ സോഷ്യൽ മീഡിയയുടെ ഒപ്റ്റിമൈസേഷനോ ഒന്നുമില്ലാതെയാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പം അത് ഇപ്പൊ നമ്മൾ നോക്കുക, വയനാട് ഫണ്ട് മുതലുള്ള കാര്യങ്ങൾക്കകത്ത് അവസാനം ആത്യന്തികമായിട്ട് UDF പരാജയപ്പെടുകയാണ് സൈബർ സ്പേസിൽ, സോഷ്യൽ മീഡിയയിലെ നവമാധ്യമങ്ങളിൽ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും UDF പരാജയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി കംപ്ലീറ്റ് ആയിട്ട്. പക്ഷെ സ്റ്റിൽ ജനങ്ങൾ, അതായത് ഞാനതിനെ സർക്കാസ്റ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ LDFനെ വിജയിപ്പിക്കാൻ കഴിയുന്നതെല്ലാം UDF ചെയ്തിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ വികാരം അതിശക്തമായിരുന്നു എന്ന് വേണം കാണാൻ.
അപ്പൊ ഞാൻ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ തരംഗം ഉണ്ടായേക്കുമോ എന്ന രീതിയിൽ ഒരു സൂചനകൾ കാണുന്നുണ്ട്. ആ തരംഗം ചെറുതാണോ വലുതാണോ എന്നുള്ളത് നമുക്ക് 4-ാം തീയതി അറിയാൻ കഴിയൂ. പക്ഷെ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ഒരു തരംഗമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ, അപ്രതീക്ഷിത UDF സ്ഥാനാർത്ഥികൾ ജയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നും ഞാൻ എന്നെ കാണുന്നുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു 59ഓളം സീറ്റുകളിൽ LDF 3 വർഷമായിട്ട് ജയിക്കുന്നുണ്ട്, 3 ടേമായിട്ട്. ഏതാണ്ട് 25ഓളം സീറ്റുകളിൽ 2 ടേമായിട്ട് ജയിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ സീറ്റുകളെല്ലാം എടുത്ത് നോക്കിയിട്ട് അതിനകത്ത് 10,000-ന് താഴെ വോട്ടുകളുള്ള സീറ്റ് മാറ്റി വെച്ചിട്ട് നോക്കിയാൽ 62 സീറ്റുകൾ 10,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിൽ LDF വിജയിച്ചതുണ്ട് കഴിഞ്ഞ 3 വട്ടവും 2 വട്ടവുമായിട്ട്. ഒരു തവണ വിജയിച്ച കഥയല്ല ഞാൻ പറയുന്നത്, കഴിഞ്ഞ 3 വട്ടം വിജയിച്ചതും കഴിഞ്ഞ 2 വട്ടം തുടർച്ചയായിട്ട് വിജയിച്ചതുമായ സീറ്റുകൾ നമ്മൾ എടുത്തിട്ട് അതിനകത്ത് 10,000-ൽ താഴെ ഭൂരിപക്ഷമുള്ള മുഴുവൻ സീറ്റുകളും നീക്കിയാൽ പോലും 62 സീറ്റുകൾ LDF-ന്റെ കൈവശമുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഭരണത്തിലേക്ക് എത്താൻ 9 സീറ്റ് കൂടി മതി. പക്ഷെ അവിടെ അല്ല, തരംഗമുണ്ടാകുമ്പോൾ മറ്റൊരു കാര്യമുണ്ടല്ലോ ശ്രീ സിബി സത്യൻ, ഈ MLA-മാർ ജനകീയരാണ് എന്ന കാര്യത്തിലേക്കാണല്ലോ താങ്കൾ വരുന്നത്. പക്ഷേ അവിടെ ഈ തരംഗമുണ്ടായാൽ ആരും അടിഞ്ഞു പോകും, അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ അവിടെ. കാരണം ജനങ്ങൾ തീരുമാനിച്ചാൽ ഭരണത്തിനെതിരെയാണ് വികാരം വരിക, അല്ലാതെ ആ MLA അവിടെ വെറുതെ വിടില്ല. യെസ്, അത് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതേസമയം തന്നെ പല MLA-മാർക്കെതിരെ ജനവികാരം, ആന്റി ഇൻകംബൻസി അത്ര ശക്തമായിട്ടില്ല. പക്ഷെ ഭരണത്തിനെതിരായ, അതായത് പിണറായി വിജയൻ ഭരണത്തിനെതിരായ ജനവികാരം അതീവ ശക്തമാണ്. അപ്പൊ ആ കാറ്റിനകത്ത് ഒരുപാട് ഉറച്ച സീറ്റുകൾ അടക്കം വീഴാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ നിൽക്കുന്ന കൊല്ലം ജില്ല എടുത്തു കഴിഞ്ഞാൽ, കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ തവണ 2 സീറ്റാണ് UDF കിട്ടിയത്. ഇത്തവണ ഓൺ ആൻ ആവറേജ് കണ്ടീഷനിൽ 4 സീറ്റ് കിട്ടാം, ഒരു നല്ല കണ്ടീഷനിൽ 7 മുതൽ 8 സീറ്റ് വരെ പോയാലും അത്ഭുതപ്പെടാനില്ല. കാരണം ഒരു തരംഗം വന്നാൽ അത്രയേറെ സീറ്റുകൾ ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. തരംഗമില്ലെങ്കിൽ ഇവിടെ കിട്ടുന്നത് 4 അല്ലെങ്കിൽ 5 സീറ്റുകളായി. തരംഗം ഉണ്ടെങ്കിൽ അത് 7ഓ 8ഓ ഒക്കെ ആയിട്ട് വരാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ഒരു തരംഗം, ഇപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ജാതിയോ മതമോ ഒന്നും പറയല്ല, പക്ഷെ മുസ്ലിം കൺസോൾട്ടേഷൻ, ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഭയങ്കരമായിട്ട് UDF-ന് അനുകൂലമാണതിൽ. അപ്പൊ മലബാർ ഏരിയയിൽ അതിശക്തമായ തേരോട്ടം UDF-ന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ എന്നാൽ തെക്കോട്ട് വരുമ്പോൾ അത്രയ്ക്കൊരു കൺസോൾട്ടേഷൻ എത്രമാത്രം എഫക്റ്റീവ് ആകും എന്നുള്ളത് വലിയൊരു സംശയമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഉണ്ടാവും വേറെ സാധ്യത എന്ന് പറയുന്നത്, തരംഗം ഉണ്ടാവുകയാണെങ്കിൽ ഈ കൺസോൾട്ടേഷൻ അപ്പുറത്തേക്ക് ഒരു ജനരോഷം അതിശക്തമായിട്ട് വരും. പക്ഷെ ഇതിനകത്തൊരു ഒരു മൈനസ് പോയിന്റ് ഞാൻ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് BJP പിടിക്കുന്ന വോട്ടുകളാണ്. BJP പിടിക്കുന്ന വോട്ടുകൾ, അതായത് NDA കഴിഞ്ഞ തവണ 12.4% വോട്ടാണ് പിടിച്ചത്. അപ്പൊ അതിൽ നിന്ന് 2% വോട്ട് അധികം പിടിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് ജയിക്കാൻ കുറച്ച് വിയർക്കേണ്ടി വരും. കാരണം ഈ ഭരണവിരുദ്ധ വികാരം ചിതറിപ്പോവുകയാണ്. അപ്പം ഒരു 80% വോട്ട് മൊത്തത്തിൽ രേഖപ്പെടുത്തിയാൽ ഒരു നല്ല ഭൂരിപക്ഷത്തോടെ, സാമാന്യം ഭേദപ്പെട്ട ഒരു ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് UDF-ന് അധികാരത്തിൽ വരണമെങ്കിൽ 7% വോട്ടിംഗ് വേണമെന്നാണ് നമ്മൾ കണക്കുകൂട്ടുന്നത്. മിനിമം 7% വോട്ടിങ്ങോട് ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് NDA 2% വോട്ട് പിടിച്ചാൽ, അധികം പിടിച്ചാൽ മിനിമം 7% വോട്ട് സ്വിങ് UDF-ന് അനുകൂലമായാൽ മാത്രമേ 80-85 സീറ്റോ വാങ്ങിയിട്ട് അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റത്തുള്ളൂ. വേറെ ഏകദേശ കണക്ക് ഇതിന് മുകളിലോട്ട് അങ്ങോട്ട് ഇങ്ങോട്ടോ ഒരു +or -3 or 4 നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. പക്ഷെ മിനിമം ഇത്രയും വോട്ട് സ്വിങ് വേണം എന്നാണ് ഏകദേശ കണക്കുകൂട്ടൽ. പക്ഷെ തരംഗം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ LDF കഴിഞ്ഞ തവണ വാങ്ങിച്ച 45% നിന്ന് 36-ഓ 35-ഓ ഒക്കെ ആയിട്ട് കുറയാനും വേണമെങ്കിൽ അതിൽ താഴെ പോകാനും. ശരി, സുബിതാക്കളിലേക്ക് വരാം. ശ്രീജിത് പണിക്കർ കൂടി ചേരുകയാണ്. ശ്രീജിത് പണിക്കർ, താങ്കളും ഈ രീതിയിലുള്ള വിലയിരുത്തൽ നടത്തുന്നയാളാണോ? പിന്നെ ഈ SIR ആണ് പോളിംഗ് ശതമാനം കൂടാൻ കാരണമായത് എന്ന കാര്യത്തിൽ സംശയമില്ല, കാരണം വോട്ടർ പട്ടിക അത്രത്തോളം ശുദ്ധീകരിച്ചതാണ്. പക്ഷേ ഇതിൽ വോട്ടർമാരുടെ എണ്ണം, വോട്ട് ചെയ്തവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതായത് വോട്ടർമാരുടെ ആകെ എണ്ണത്തിൽ പുതിയ വോട്ടർ പട്ടികയിൽ കുറവ് സംഭവിച്ചെങ്കിലും കഴിഞ്ഞ തവണ വോട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇതിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി പുതിയ കണക്ക് വരുമ്പോൾ അത് അതിനേക്കാളും കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ആവേശം പ്രകടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ സംസ്ഥാനത്ത്. അപ്പോൾ അത് മാറ്റത്തിനുള്ളതാണോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരുമല്ലോ. തീർച്ചയായിട്ടും. മഞ്ജുഷ് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ മഞ്ജുഷ്, നമുക്കിവിടെ SIR നടത്തി കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് 8.5-9 ലക്ഷം വോട്ടുകളാണ് നീക്കം ചെയ്യപ്പെടുന്നത്. പക്ഷേ 5-6 ലക്ഷം വോട്ടുകൾ അഡീഷണൽ ആയിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ SIR പ്രക്രിയ പൂർത്തിയാകുന്ന സമയത്ത് ടോട്ടലായിട്ടുള്ളത് ഏതാണ്ട് 3 ലക്ഷം വോട്ടുകളുടെ ഒരു കുറവാണ്. അപ്പൊ അത് കൃത്യമാണ്. 2,74,000 നിന്ന് 2,71,000 കുറഞ്ഞു 2021-നേക്കാൾ. അപ്പോൾ 3 ലക്ഷത്തിന്റെ കുറവ്. 3 ലക്ഷം. അപ്പോൾ അതുകൊണ്ട് അതൊരു മണ്ഡലത്തിലേക്ക് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ
അത് ഉണ്ടാക്കാൻ കഴിയുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, അസ്യൂമിങ് ഈ പുതുതായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ കഴിയുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 2000 ചില്ലറ വോട്ട് മാത്രമാണ്. അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. പക്ഷെ നമ്മൾ ഈ പറയുന്നത് പോലെ പെർസെൻറ്റേജ് പറയുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ വ്യത്യാസം അവിടെ ഉണ്ട് എന്നുള്ളത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ 10 വർഷം തുടർച്ചയായിട്ട് ഭരിക്കുന്ന ഒരു സർക്കാരാണ്. അപ്പോൾ അതിനുശേഷം നടക്കുന്ന ഒരു ജനറൽ തെരഞ്ഞെടുപ്പിൽ ഒരു ഹൈ വോട്ടിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം നാച്ചുറലി കരുതുക തീർച്ചയായിട്ടും അത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പേരിലാണ്. അല്ലാതെ ഭരണവികാരത്തിൻ്റെ പേരിലാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യില്ല. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പേരിലാണ് എന്നാണ്. അത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ മാത്രം പ്രത്യേകതയല്ല, അവിടേക്ക് മാത്രമായിട്ടുള്ള എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ സെനാരിയോ സൃഷ്ടിച്ചിരിക്കുന്ന കാര്യമല്ല. മറിച്ച് കേരളത്തിൽ മൊത്തത്തിൽ എല്ലാ സ്ഥലങ്ങളിലും സാധാരണ ഒരു പോളിംഗ് ശതമാനം കുറവുള്ള ജില്ലകളിൽ പോലും അതിനേക്കാൾ കമ്പാരിറ്റീവ്ലി ഹയർ ആയിട്ടുള്ള ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ഭരണമാറ്റത്തിന് വേണ്ടുന്ന ഒരു താല്പര്യമാണത് പ്രകടിപ്പിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അതിനുള്ള മതിയായിട്ടുള്ള കാരണങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ച് UDF-ന് ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏർലി സിഗ്നൽസ് എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നീട് ഓരോ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ഇടത് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് ബൂത്ത് തലത്തിൽ തന്നെ എത്രത്തോളം വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ ഏറെക്കുറെ കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തലുണ്ടാകും. അപ്പോൾ നമുക്ക് ഇനി 25 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫലം അറിയാൻ കഴിയുള്ളൂ. കെയർടേക്കർ ഗവൺമെൻറ്റാണ്, പുതിയ നയപ്രഖ്യാപനങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ സമയം സാധാരണ അടുത്ത 3 ആഴ്ചകൾ സാധാരണ നമ്മുടെ നാട്ടിലെ പാർട്ടികളെല്ലാം തന്നെ ചെലവിടുന്നത് അവർക്ക് റിയലിസ്റ്റിക്കലി എന്ത് കിട്ടിയിട്ടുണ്ട്, എന്ത് തരത്തിലുള്ള മാറ്റമാണ് ഇനി വരാൻ പോകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ ഞാൻ സത്യത്തിൽ ഉറ്റുനോക്കുന്നത് CPM നേതാക്കളുടെ പ്രതികരണമാണ്. കാരണം ബൂത്ത് തലത്തിൽ തന്നെ ഏറെക്കുറെ കൃത്യമായിട്ട് അവർക്ക് എത്രത്തോളം വോട്ടുകൾ കിട്ടും എന്നതിനെക്കുറിച്ച് അവർക്കൊരു ധാരണയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ജയസാധ്യത, ടൈറ്റ് ഫൈറ്റ് എവിടെയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് 1-2 ദിവസങ്ങൾക്കുള്ളിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ ഉണ്ടാകും. പിന്നീട് നോക്കിക്കോളൂ, ഗോവിന്ദമാഷ് അടക്കമുള്ള എല്ലാ ആൾക്കാരുടെയും പ്രതികരണം വരുന്നത് അതുമായി അലൈൻഡ് ആയിരിക്കും. ഇനി അനാവശ്യമായിട്ടുള്ള ഒരു ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചതുകൊണ്ടോ അനാവശ്യമായിട്ടൊരു നിരാശ കാണിച്ചത് കൊണ്ടോ ഒന്നും പ്രത്യേകിച്ച് ഫലമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുവരെ നമുക്ക് 100 സീറ്റ് കിട്ടും, 110 സീറ്റ് കിട്ടും എന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ ഉറ്റുനോക്കുന്നത് 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷം വരുന്ന പ്രതികരണങ്ങളാണ്. ഒപ്പം പല മണ്ഡലങ്ങളിലും നമുക്ക് അറിയാമല്ലോ, ഈ ഒരു സമയമെന്ന് പറയുന്നത് ഇനി കാലുവാരലിനെ പറ്റിയും ഇന്നയാൾ എന്നെ ചതിച്ചു, മറ്റേയാൾ എനിക്ക് വോട്ട് ചെയ്തില്ല, ഇന്ന സ്ഥലത്ത് എൻ്റെ പ്രവർത്തകർ വർക്ക് ചെയ്തില്ല തുടങ്ങിയ രീതിയിലത്തേക്കുള്ള ഈ ചെളിവാരിയറൊക്കെ ഇനി നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് ഈ ഒരു ഹയർ വോട്ടിംഗ് പെർസെൻറ്റേജ് ആരെയാണ് സഹായിച്ചിട്ടുള്ളത് എന്ന് പാർട്ടികൾ വിലയിരുത്തുന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാകും. അതല്ല എങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് പറയാൻ കഴിയുന്ന ഒരു സാമാന്യ ഊഹം എന്ന് പറയുന്നത് അതൊരു ഭരണവിരുദ്ധ വികാരമാണ്. കാരണം ഭരണവികാരം എന്ന് പറയത്തക്ക രീതിയിലത്തേക്കുള്ള ഒരു കാര്യവും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഭരണവിരുദ്ധ വികാരവുമായി ബന്ധപ്പെട്ട പോയിന്റുകളെക്കാൾ കൂടുതൽ ഇവിടെ ജാതീയമായിട്ടുള്ള, മതപരമായിട്ടുള്ള, വർഗീയമായിട്ടുള്ള വിഷയങ്ങളും ഡീലുകളും ഒക്കെയാണ് ചർച്ച ചെയ്യപ്പെട്ടത് എന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും ആൾക്കാർ ഇത്രത്തോളം താല്പര്യത്തോടു കൂടി ഈ ചൂടത്ത് വന്നു നിന്ന് വോട്ട് ചെയ്യണമെന്നുണ്ട് എങ്കിൽ അതിനൊരു കമ്പൽഷൻ ഉണ്ടാക്കണം. ഇപ്പോൾ 2021-ലും വോട്ടിംഗ് പെർസെൻറ്റേജ് വെച്ച് ബന്ധപ്പെട്ട ഇതേപോലെയുള്ള ചില അസംഷൻസ് ഉണ്ടായിരുന്നെങ്കിലും ആ സമയത്ത് ഭരണത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനുള്ള ഒരു റീസൺ ഉണ്ടായിരുന്നു. കോവിഡുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും പ്രളയത്തിന് ശേഷം ഉണ്ടായിരിക്കുന്ന, അപ്പോൾ അവിടെ ഒരു പ്രൊട്ടക്ടർ ഗവൺമെൻറ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പിക്ചറൊക്കെ തന്നെ ഇവിടെ പെയിൻറ്റ് ചെയ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് അതിനൊരു റീസൺ ഉണ്ടായിരുന്നു. ആൾക്കാർക്ക് കിറ്റ് കിട്ടി, അപ്പോൾ അവർക്കതൊരു വലിയ സഹായമായി, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ്. അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ആൾക്കാർ ഇങ്ങനെ കൂട്ടത്തോടെ വരണമെന്നുണ്ടെങ്കിൽ അത് UDF ഒരുപക്ഷെ ഈ സമയത്ത് പ്രകടിപ്പിക്കുന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഒപ്പം BJPക്ക് ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലത്തേക്കുള്ള പോളിംഗ് ഒക്കെ തന്നെ രേഖപ്പെടുത്തുന്ന സമയത്ത് BJPക്ക് കൂടി സാധ്യതയുള്ള പല സ്ഥലങ്ങളിലും അവർക്കും പ്രതീക്ഷ വയ്ക്കാനായിട്ടുള്ള ഒരു കാര്യം അവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പിന്നെ നേരത്തെ ശ്രീ സിബി പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. കാരണം 50-ൽ പല മണ്ഡലങ്ങളിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് UDF ജയിച്ചു വരുന്ന മണ്ഡലങ്ങളാണ്. അപ്പൊ അതിൽ തന്നെ പല മണ്ഡലങ്ങളിലും നേരത്തെ രണ്ടാമത് വന്നുകൊണ്ട് LDF അപ്പൊ അതിൽ തന്നെ പല മണ്ഡലങ്ങളിലും നേരത്തെ UDF ആണ് രണ്ടാമത് വന്നിരുന്നത് എങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിലൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും BJP UDF-നെ ഓവർടേക്ക് ചെയ്യുന്നതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ടാമത് വരുന്നയാളും ഒന്നാമത് നിൽക്കുന്ന LDF-ഉം തമ്മിൽ സൈസബിൾ ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത് അത്രത്തോളം എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് പല ആൾക്കാരും പറയുന്നത് ഈ ഗവൺമെന്റിനെതിരെ ആന്റി ഇൻകംബൻസി ഉണ്ട്, പിണറായി വിജയനെതിരെ ആന്റി ഇൻകംബൻസി ഉണ്ട്, പക്ഷെ അത് MLA-മാർക്കെതിരെ ഇല്ല എന്നൊക്കെ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഒരു തരംഗം ഉണ്ടാവുകയാണെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ തരംഗം എന്നുള്ളത് ചിന്തിക്കണം. ഇപ്പൊ ഈ ഹയർ വോട്ടിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൃത്യമായിട്ട് അവർ തീരുമാനമെടുത്തിട്ട് UDF-നോടൊപ്പം നിൽക്കാം എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു ക്രിസ്ത്യൻ പ്ലസ് മുസ്ലിം കൺസോളിഡേഷൻ അവിടെ നടന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധ്യത ഉണ്ട് എങ്കിൽ അത് ഈ MLA-മാരുടെ പെർഫോമൻസ്
മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു വോട്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. പിന്നെ MLA നല്ലതാണല്ലോ എങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന രീതിയിലല്ല നോർമലി കൺസോളിഡേഷൻ വർക്ക് ചെയ്തത്. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അങ്ങനെ ചിലപ്പോൾ വർക്ക് ചെയ്യാം. ഇപ്പോൾ BJP യെ പരാജയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ തെക്ക് വേണമെങ്കിൽ നമ്മൾ CPM വോട്ട് ചെയ്യാം, വടക്ക് നമ്മൾ UDF വോട്ട് ചെയ്യും എന്ന രീതിയിൽ ചിന്തിക്കുന്നത് പോലെയല്ല. ജനറലി ആൾക്കാർക്ക് ഒരു റീസൺ ഉണ്ടെങ്കിൽ അത് ഭരണവിരുദ്ധ വികാരമാണ് എങ്കിൽ അത് അവരെ പരാജയപ്പെടുത്താനായിട്ടുള്ള ബെറ്റർ ഓൾട്ടർനേറ്റീവ് ആരാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാകും. അപ്പൊ അതുകൊണ്ട് BJPക്ക് സാധ്യതയില്ലാത്ത മറ്റു മണ്ഡലങ്ങളിലെല്ലാം അങ്ങനെയുള്ള ഒരു വലിയ ഭൂരിപക്ഷം നിശ്ചയമായിട്ടും കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ അല്ലെങ്കിൽ UDF പിന്തുണയ്ക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ട്രെൻഡിൽ നിന്ന്. മഞ്ജുഷ്, ശരി. ഡോക്ടർ ജി ഗോപകുമാർ, ഇന്ന് പലരുടെയും പ്രതികരണങ്ങൾ നോക്കിയാൽ ഇപ്പോൾ ജയിക്കും എന്നാകുമല്ലോ എന്തായാലും രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത്. അതിൽ സംശയമില്ല, അങ്ങനെ തന്നെയായിരുന്നു അവരുടെ പ്രതികരണവും. പക്ഷേ ഈ സാമുദായിക നേതാക്കളുടെ കാര്യം നോക്കുമ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യം, അദ്ദേഹം ഇതിനകം പറഞ്ഞിരുന്നത് വലിയ ഭൂരിപക്ഷത്തിൽ LDF അധികാരത്തിലെത്തുമെന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇന്നത്തെ വാക്കുകൾ ശ്രദ്ധിച്ച് കേട്ടുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പ്രവചിക്കാൻ എന്നാണ്. അപ്പോൾ തിരിച്ചറിവുണ്ടായി കഴിഞ്ഞു എന്നതിൻ്റെ ഒരു സൂചന കൂടിയല്ലേ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ? തീർച്ചയായിട്ടും അദ്ദേഹം പരോക്ഷമായിട്ട് NDAയുടെ കൂടെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നത് BDJSന്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ അതിൻ്റെ ആർക്കിടെക്റ്റ് എന്നുള്ള നിലയിലോ ആയിരുന്നെങ്കിലും ചങ്ങാത്തം മുഴുവൻ LDFന്റെ കൂടെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് കേന്ദ്രത്തിൻ്റെ കാര്യത്തിൽ NDAയുടെ അടുത്തും കേരളത്തിൻ്റെ കാര്യത്തിൽ LDFനടുത്തും സമാസമം പോകുന്ന ഒരു ഞാണിന്മേൽ കളിയാണ് കാണിച്ചത്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ വളരെ നാളായി നിൽക്കുന്ന ആളാണ്, സമുദായ രാഷ്ട്രീയമാണെന്നേ ഉള്ളൂ, പാർലമെന്ററി പൊളിറ്റിക്സ് അല്ല. അതേസമയം ഇവിടുത്തെ രാഷ്ട്രീയ മനസ്സറിയാനൊക്കെ അദ്ദേഹത്തിന് നല്ല കഴിവൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇത് സൂചനയാണെന്നുള്ള മട്ടിൽ ഇടതുപക്ഷത്തിന് വിജയിക്കാനുള്ള സാഹചര്യം കുറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കി തീർച്ചയായിട്ടും ഇനി UDF ഗവൺമെന്റ് വരുമ്പോൾ ഇനി എന്ത് അടുത്ത നടപടി, എങ്ങനെ സമുദായത്തിന്റെ താല്പര്യം സംരക്ഷിക്കാം. അതേസമയം SNDPയുടെ പൊളിറ്റിക്സിൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ഈ BDJSന്റെ അധ്യക്ഷനായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇത് ബാലൻസ് ചെയ്ത് എങ്ങനെ കൊണ്ടുപോകുന്നുള്ളൊരു വിഷമമാണ് അദ്ദേഹത്തിനെ കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ പറയിച്ചതെന്ന് തോന്നുന്നു. ഈ അയ്യപ്പ മഹാസംഗമം വന്നപ്പോൾ നമ്മൾ വ്യക്തമായി കണ്ടതാണ് LDF ഗവൺമെന്റുമായി എത്രത്തോളം അടുപ്പമുണ്ടെന്ന്. മുമ്പ് നവോത്ഥാനത്തിന്റെ കാര്യബന്ധം വഴും നമ്മളത് കണ്ടതാണ്. അപ്പോൾ ചുരുക്കത്തിൽ അദ്ദേഹത്തിന് പ്രാദേശിക രാഷ്ട്രീയത്തിൽ LDFനോടും ദേശീയ രാഷ്ട്രീയത്തിൽ NDAയുടെ കൂടെയും നിൽക്കുന്ന ഒരു പൊളിറ്റിക്സാണ് കളിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത് കുറച്ച് വിഷമത്തിലായി. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് SNDPയുടെ കോളേജും വിദ്യാഭ്യാസ മേഖലയിലുള്ള താല്പര്യവും മറ്റു പല താല്പര്യങ്ങളും ഉള്ളതുകൊണ്ട് പുതിയ ഗവൺമെന്റുമായി കൾട്ടിവേറ്റ് ചെയ്യേണ്ട താല്പര്യമുണ്ടാകും എന്നും കൂടി അദ്ദേഹം മനസ്സിലാക്കി കാണും. വ്യക്തമാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മാത്രമല്ല നമുക്കെല്ലാവർക്കും വ്യക്തമാണ് മൈനോറിറ്റി കൺസോളിഡേഷൻ വന്നു. മൈനോറിറ്റീസിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ ആക്ഷേപിച്ച ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ അതൊക്കെ ഇനി തിരിച്ചു കുത്തുമോ എന്നുള്ള ഭയമൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിന് കാണുമായിരിക്കാം. പക്ഷെ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ അതൊക്കെ മോഡറേറ്റ് ചെയ്യാനൊക്കെ കഴിയുമെന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ നമുക്ക് കണ്ടതല്ലേ, എറണാകുളം ജില്ലയിലൊക്കെ ഉള്ള പോളിംഗ് ശതമാനം കോട്ടയത്ത് മോശമല്ല, ഇടുക്കിയിൽ മോശമല്ല, അതേപോലെ മലപ്പുറം മേഖലയിൽ അവിടെ തർക്കമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ മൈനോറിറ്റി കൺസോളിഡേഷൻ എന്ന് പറയുമ്പോൾ മുസ്ലിം ക്രൈസ്തവ കൺസോളിഡേഷനാണ്. അത് UDFന് അനുകൂലമായി വരുന്ന ഒരു രാഷ്ട്രീയം കാണുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഈ ഡീറ്റെയിൽസ് കുറച്ചുകൂടി വരുന്നുണ്ട്. ഈ പെർസെന്റേജിന്റെ ശതമാനത്തിന്റെ കാര്യത്തിൽ ഡോക്ടർ ജി ഗോപകുമാർ കുറച്ചുകൂടി വ്യക്തമായ കണക്കുകൾ വരുന്നുണ്ട്. ചെറിയ വ്യത്യാസം ഇനി അങ്ങോട്ട് വരും. അതിൽ നേമത്തെ ഒരു വളരെ രസകരമായ ഒരു കണക്കുണ്ട്. 80% നേമത്തെ പോളിംഗ് BJP നേടുമെന്ന് അവർ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു മണ്ഡലമാണല്ലോ നേമം. അവിടെ 1,71,000 വോട്ടർമാർ മാത്രമേ ഉള്ളൂ. അതിൽ 1,38,000 പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ 80% എന്ന് പറയുമ്പോൾ അത്രയും വരികയുമുള്ളൂല്ലോ. 2,04,000 ആയിരുന്നു കഴിഞ്ഞ തവണ ആകെ ഉണ്ടായിരുന്ന വോട്ടർമാർ. വലിയ കുറവ് അവിടെ വോട്ടർമാരുടെ എണ്ണത്തിൽ വന്നിരുന്നു. അപ്പോൾ 1,38,000 എന്ന് പറയുമ്പോൾ 50,000 വോട്ട് തികച്ചില്ലെങ്കിൽ കൂടി അവിടെ ജയിക്കാവുന്ന ഒരു സാഹചര്യമാണ് അല്ലേ? ആണ്. പക്ഷേ 3 പേരും തുല്യമായിട്ടല്ലല്ലോ പിടിക്കുന്നത്. അവിടെയാണ് ആ വ്യത്യാസമുള്ളത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവിടെ, UDFന്റെ സ്ഥാനാർത്ഥി അവിടെ ഉണ്ട്. കഴിഞ്ഞ തവണ മുരളീധരനാണ് അവിടെ നിന്നത്. മുരളീധരന് 36,000 വോട്ട് കിട്ടി. അത്രത്തോളവും അതിന്റെ അപ്പുറമോ ശബരിനാഥ് പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജയിക്കുന്ന ആൾക്ക് താങ്കൾ പറഞ്ഞ പോലെ 50,000 ഒക്കെ മതിയാകും. പക്ഷെ അങ്ങനെ തുല്യമായിട്ട് വരാൻ സാഹചര്യം കുറവാണ്. അതുകൊണ്ട് തന്നെ
55 അതിന്റെ ഒരു കട്ട് ഓഫ് പോയിന്റ് എന്നാണ് ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക്. പക്ഷെ അവിടെ 55 ഇത്രയും കിട്ടുന്ന ആള് വോട്ടുകളുടെ 55,000 കുറവ്, അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇത്രയും വോട്ടുകളുടെ കുറവ് വന്നത് തന്നെ അതാണല്ലോ ഈ SIR ആയിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്. 2,04,000 നിന്നാണ് 1,71,000 കുറഞ്ഞിട്ടുള്ളത്. അതെ 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 നമ്മളതിൽ എൻ്റെ അഭിപ്രായത്തിൽ വ്യാകുലപ്പെടേണ്ട ഒരു കാര്യമില്ല. എത്ര കാലമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കണം. എത്രയോ കാലഘട്ടത്തിന് ശേഷമാണ് മനുഷ്യജീവിതത്തിൽ നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു. നമ്മൾ യാത്ര ചെയ്യുന്നു, നമ്മൾ മാറുന്നു, മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു, മരിക്കുന്നു. ഈ മാറ്റങ്ങളെല്ലാം സമൂഹത്തിലുള്ളപ്പോൾ ഇലക്ടറൽ റോൾ ശുദ്ധീകരിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷന്റെ അത്യാവശ്യമാണ്. അവർ ഇത്രയും വൈകിപ്പോയി എന്നുള്ളതാണ് അതിന്റെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇനിയും വരുന്ന കാലഘട്ടത്തിൽ അടുത്ത 5 വർഷം കഴിയുമ്പോഴും ശുദ്ധീകരണം നന്നായിട്ട് നടക്കണം. അല്ലെങ്കിൽ അപ്പോഴും ഇതുപോലെ ആക്ഷേപം ഉണ്ടാവും. കാരണം നമ്മൾ ആരും ഒരു സ്റ്റേഷനിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. മനുഷ്യ ജീവിതത്തിന്റെ സ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് തൊഴിൽ തേടിയോ വിവാഹം കഴിഞ്ഞോ മറ്റു പല കാര്യങ്ങൾ പഠിക്കാനോ അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ അസുഖവും മരണവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഫാക്ടർ ഇൻ ചെയ്തുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് വോട്ട് ഒഴിവാക്കുക. അതേപോലെ ആബ്സെന്റി വോട്ടേഴ്സ് ആവുക. ആബ്സെന്റി ആണെങ്കിലും പേരവിടെ കിടക്കും. ഇലക്ട്രൽ റോളിൽ എത്ര എണ്ണം കൂടുന്നുവോ അതിനകത്തനുസരിച്ച് ആൾക്കാർ അവിടെ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് പോളിംഗ് ശതമാനം കുറച്ച് കാണിക്കും. ഇപ്പോഴത്തെ ഈ കണക്കിന് ചെയ്ത് SIRന്റെ എഫക്റ്റ് തന്നെയാണ് പ്രധാനമായും കണ്ടത്. നമ്മളിവിടെ ചർച്ചയിൽ നമുക്കുണ്ടായ ഒരു സമന്വയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് UDFന് അനുകൂലമായ ഒരു സാഹചര്യമാണ്. എന്നാൽ അതൊരു വലിയൊരു സുനാമിയായിട്ട് വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ചില ജില്ലകളിൽ ഇടതുപക്ഷം ഇപ്പോഴും ശക്തമായി നിൽക്കുന്ന ചില മേഖലകളുണ്ട്. അതോടൊപ്പം BJPയുടെ പ്രസൻസ് ഇവർ രണ്ടുപേരുടെയും വിജയത്തെ മാറ്റിമാറ്റുക. കാരണം BJP സ്വയം ഒരുപാട് സീറ്റുകളിൽ ജയിക്കത്തില്ല, കുറച്ച് സീറ്റുകളെ ജയിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ BJPയുടെ പ്രസൻസ് കാരണം LDF പ്രതീക്ഷിച്ചിരുന്ന സീറ്റ് ചിലപ്പോൾ UDFന് പോകും, UDF പ്രതീക്ഷിച്ചിരുന്ന സീറ്റ് LDFന് പോകും. അപ്പോൾ ഒരു ട്രൈപോളാർ ഇലക്ട്രൽ പൊളിറ്റിക്സിനകത്ത് ഉണ്ടാകുന്ന തുല്യമല്ലെങ്കിൽ പോലും ആ ട്രൈപോളാർ പൊളിറ്റിക്സിലുണ്ടാകുന്ന ഒരു ഡൈനാമിക്സ് ഉണ്ട്. ആ ഡൈനാമിക്സ് ഇടതുപക്ഷത്തിന് ഒരർത്ഥത്തിൽ ഗുണം ചെയ്തു. ഇല്ലെങ്കിൽ പഴയ കാലത്ത് ബൈപോളാർ പൊളിറ്റിക്സ് ആകുമ്പോൾ ഒരാളുടെ നേട്ടം മറ്റൊരാളുടെ നഷ്ടം, മറ്റൊരാളുടെ നഷ്ടം ഒരാളുടെ നേട്ടം, ത്രികോണ പോരാട്ടമായതുകൊണ്ട് ശക്തിയും കൂടെ വന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ കണക്കുകൾ നമുക്ക് ശരിയാണ്. സിബി സത്രി, നിയമത്തെ കണക്ക് താങ്കളെ അമ്പരപ്പിക്കുന്നുണ്ടോ? അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരി, സിബി നിയമത്തെ കണക്ക് അമ്പരപ്പിക്കുന്നുണ്ടോ? പക്ഷേ ആരും ഇക്കാര്യത്തെ കുറിച്ച് ആശങ്കയൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ. മനുഷ്യ, എനിക്കിതിനകത്ത് ഇപ്പം എവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ യോജിക്കുമ്പോൾ തന്നെ ഒരു കാര്യത്തിൽ എനിക്കൊരു ചെറിയൊരു എതിരഭിപ്രായമുള്ളത് ഞാൻ പങ്കുവെക്കാം. അതായത് നമ്മൾ പറയുന്ന പൊതുവെ UDFന് അനുകൂലമായിരിക്കും തിരക്കം ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് BJP എത്ര വോട്ട് പിടിക്കുന്നത്. BJPയുടെ വോട്ടിംഗ് പെർസെന്റ് 16 അല്ലെങ്കിൽ 17% കൂടുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ ഭരണവിരുദ്ധ വികാരം എത്രത്തോളം UDFന് അനുകൂലമായി മാറും എന്നുള്ള കാര്യത്തിൽ ചില തർക്കങ്ങൾ വരാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് BJP പിടിക്കുന്ന സീറ്റുകളുടെ എണ്ണം കൊണ്ടല്ല, മറിച്ച് BJP കൈയടക്കുന്ന വോട്ടുകളുടെ എണ്ണം കൊണ്ടാണ്. അപ്പം നമ്മൾ നേരത്തെ പറയുന്ന പോലെ BJPയുടെ വോട്ടിംഗ് ശതമാനം, അതായത് ഭരണവിരുദ്ധകാരൻ രണ്ടായിട്ട് വിഭജിച്ചു പോവുകയാണ്. അപ്പോൾ അതായത് UDFന് പോകേണ്ട വോട്ടുകൾ കുറച്ച് BJP കൂടെ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ പലയിടങ്ങളിലുമുള്ള ഈ 10,000-ന് മുകളിലുള്ള വ്യത്യാസത്തെ മറികടക്കാൻ UDFന് കഴിയുമോ എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധി തീർക്കുന്ന ഒരു സംഭവമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് 4-ാം തീയതിക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ടൊരു പിക്ചർ കിട്ടും എന്നുള്ള കാര്യം സംശയമൊന്നും വേണ്ട. കാരണം BJP ഇപ്പോഴും ഞാൻ പറയുന്നു 16% മുകളിലേക്ക് വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് ഈ സീറ്റുകളുടെ എണ്ണത്തിൽ വളരെ സീരിയസ് ആയൊരു വ്യത്യാസം ഉണ്ടാക്കും. അത് അവർക്ക് സീറ്റ് കിട്ടുന്നത് കൊണ്ടല്ല, മറിച്ച് പലയിടത്തും ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനുള്ള മാർജിൻ സ്വന്തമാക്കാൻ ചിലപ്പോൾ UDFന് കഴിഞ്ഞെന്ന് വരത്തില്ല. ചിലപ്പോൾ വളരെ കയ്യകലത്തിൽ ചിലപ്പോൾ നിൽക്കും. പക്ഷേ ഈ പറഞ്ഞതുപോലെ അതിഭീകരമായ ഒരു എന്താ പറയുന്നത് ഒരു തരംഗവും ഈ പറഞ്ഞതുപോലെ BJP ഉദ്ദേശിക്കുന്നത്ര സീറ്റുകൾ അല്ലെ വോട്ടുകൾ പിടിക്കുന്നില്ല എന്ന ഒരു സാഹചര്യവും വന്നു കഴിഞ്ഞാൽ അത് UDFന് അനുകൂലമാകും. പക്ഷേ ഞാൻ ഈ നിയമത്തെ കാര്യം പറഞ്ഞത്, നിയമത്ത് BJP ജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എതിരാളികൾ പ്രയോഗിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് താങ്കൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അവിടെ വോട്ടുകൾ വെട്ടിമാറ്റിയത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന്. അല്ല, വോട്ടുകൾ വെട്ടിമാറ്റിയത് ഇപ്പൊ കേരളത്തിലെ മറ്റേ ബീഹാറിലെയോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെയോ ഒന്നും സാഹചര്യമല്ല. കേരളത്തിലെ ഈ പറഞ്ഞതുപോലെ വോട്ടുകൾ വെട്ടിമാറ്റിയത് കേരളത്തിലെ ഇത്രയും ബുദ്ധിയുള്ള ജനതയ്ക്ക് മനസ്സിലായില്ലെങ്കിൽ, കേരളത്തിലെ ഇത്രയും ബുദ്ധിയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് മനസ്സിലായില്ലെങ്കിൽ, ഇത്രയും നല്ല നേതൃത്വങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അവരാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. അവര് അങ്ങനെ ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ശേഷി ഈ പാർട്ടികൾ ഉണ്ടാവണം എന്നുള്ളത് ഏറ്റവും മിനിമം റിക്വയർമെന്റ് ആണ്.
ഒരുപക്ഷെ ഈ നേരത്തെ പറഞ്ഞതുപോലെ മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ ബീഹാറിലോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലോ ഒന്നും ഈ ബൂത്ത് തലത്തിലുള്ള സംവിധാനങ്ങളൊന്നും അത്ര ശക്തമൊന്നുമല്ല. മാത്രമല്ല അവരൊക്കെ ഏത് പാർട്ടിയിലേക്ക് ഏത് നിമിഷം വേണേലും മാറിപ്പോകാവുന്ന ആൾക്കാരാണ്. കേരളത്തിലെ പൊളിറ്റിക്സ് അങ്ങനെയല്ല. കേരളത്തിലെ ബൂത്ത് തലത്തിൽ നിൽക്കുന്ന ആൾക്കാർ മുതൽ ഇങ്ങോട്ട് ഈ പറഞ്ഞതുപോലെ ഒരുപാട് പാർട്ടി മാറിയുള്ള ഒരു സംസ്കാരം വളരെ റീസെന്റ് ആയിട്ട് മാത്രമാണ് ഈ കേരളത്തിലേക്ക് കടന്നു വന്നത്. അതിനു മുമ്പ് ആൾക്കാർ ഒരു പക്ഷത്ത് ഉറച്ചു നിൽക്കുകയും അതിൽ തന്നെ, അതായത് ആദ്യം വോട്ട് ചെയ്ത പാർട്ടിക്ക് അവസാനം വരെ വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ഉറപ്പ് അല്ലെങ്കിൽ ഒരു വലിയ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലേത് എന്നാണ് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങനെ ഒരു ഗയാറാം സംസ്കാരം കുറവായതുകൊണ്ടും ഈ പറഞ്ഞതുപോലെ താഴെ തട്ടിൽ ബൂത്ത് സംവിധാനത്തിൽ ഇത്തരം പിഴവുകൾ കണ്ടെത്താൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് അവരുടെ കുഴപ്പമാണ്, കേരളത്തിലെ ജനതയുടെ കുഴപ്പമാണ്. അതിനകത്ത് ആരെയും കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ പിന്നീട് വെട്ടിപ്പാരോപിച്ചിട്ടോ ഒരു കഥയുമില്ല. ഇതിനകത്ത് വളരെ കൃത്യമാണ് SIR എന്ന് പറയുന്നത് കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ മറിച്ചുള്ള തെളിവുകൾ ഇതിൽ വന്നിട്ടില്ല. മറിച്ചുള്ള തെളിവുകൾ ഹാജരാക്കാൻ പാർട്ടികൾക്ക് സമയമുണ്ടായിരുന്നു, അതാരും ഹാജരാക്കിയിട്ടില്ല. അപ്പൊ ഇതിനുശേഷം ഇനി ഏതെങ്കിലും ശക്തമായ തെളിവുകൾ വരികയാണെങ്കിൽ അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ അതിനു മുമ്പ് നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ SIR എന്ന് പറയുന്നതും ഈ പറഞ്ഞതുപോലെ വോട്ടുകൾ കുറഞ്ഞതും നമുക്കൊരു തെറ്റായിട്ടോ അല്ലെങ്കിൽ മോശമായിട്ടോ ഒരു മാൽ പ്രാക്ടീസിന്റെ ഭാഗമായിട്ടോ ആണെന്ന് സാധൂകരിക്കുന്ന തെളിവുകളൊന്നും ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് രംഗത്ത് കൊണ്ടുവരാൻ ശരിയാണ്, അത് സത്യമായ കാര്യമാണ്. അങ്ങനെ ആരോപണമൊക്കെ ഇങ്ങനെ അവിടെയും ഇവിടെയും പറയുന്നുണ്ട് എങ്കിൽ പോലും അതിന് തെളിവുകൾ ഹാജരാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ചില അനിഷ്ട സംഭവങ്ങൾ പോളിംഗ് കഴിഞ്ഞതിന് ശേഷവും ഉണ്ടായിട്ടുണ്ട്. ആലപ്പുഴയിൽ പോളിംഗ് ബൂത്തിലെത്തിയ G. സുധാകരനെ CPM പ്രവർത്തകർ തടഞ്ഞു. അതൊരു 7 മണിയോടുകൂടിയാണ് അത് സംഭവിച്ചത്. കോഴിക്കോട് പയ്യാനക്കലിൽ LDF പ്രവർത്തകനെ കസ്റ്റഡിയിലെടുത്ത സംഭവം, അതിൽ പന്നിയങ്കര പോലീസ് സ്റ്റേഷൻ സമീപം CPM പ്രവർത്തകർ തടിച്ചുകൂടി. ശ്രീനിവാസൻ എന്ന പ്രവർത്തകനെ വിട്ടയക്കണമെന്നായിരുന്നു ആവശ്യം. ബൂത്തിൽ ബഹളം വെച്ചതിനെ തുടർന്നാണ് ശ്രീനിവാസനെ കസ്റ്റഡിയിലെടുത്തത്. ഇങ്ങനെയൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ മതം പറഞ്ഞ് UDF സ്ഥാനാർത്ഥി വോട്ട് പിടിക്കുന്നതായി LDF ആരോപിച്ചിരുന്നു. UDF സ്ഥാനാർത്ഥി ഫൈസൽ ബാബു മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നതായാണ് പരാതി ഉണ്ടായത്. ഇതേ തുടർന്ന് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു. പോലീസ് ലാത്തി വീശി പ്രവർത്തകരെ പിരിച്ചുവിട്ടിരുന്നു. നേരത്തെ വോട്ടെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെയാണ് പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. LDFിൻ്റേതാണ് ആ ഒരു സമരവും. എന്തായാലും വോട്ടെടുപ്പിന് ശേഷവും ഇപ്പോഴും പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള നേരിയ സംഘർഷവും കാണാവുന്നതാണ്. ശ്രീത് പണിക്കർ, ആവേശം പ്രചാരണത്തിൽ ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ സിബി. വീഡിയോ ഇലക്ഷന് ശേഷം ഈ പട്ടികൾക്കുള്ള കണക്ക് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിനകത്ത് ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ സിബി വരാം പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് സൗണ്ടിൽ. ശ്രീത് പണിക്കർ, പ്രചാരണത്തിലെ ആവേശം പോളിംഗിലും നിഴലിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ചില മണ്ഡലങ്ങൾ ഉദാഹരണമായി എടുത്താൽ, ഇപ്പോൾ നേമവും കഴക്കൂട്ടവും ഒക്കെ വോട്ടുകൾ ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം എടുത്താൽ കുറവാണ്. കാരണം വോട്ടർമാരുടെ എണ്ണം സ്വാഭാവികമായിട്ടും അവിടെ കുറഞ്ഞിരുന്നു 2021-നേക്കാൾ. ഇത് BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള വിലയിരുത്തൽ നമുക്ക് നടത്താൻ പറ്റാവുന്ന ഒരു സമയമാണോ ഇത്? അത് ആർക്കും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം അല്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഓൺ പേപ്പർ ഇത്രത്തോളം രജിസ്റ്റേർഡ് വോട്ടേഴ്സ് ഉണ്ടായിരുന്നുവെങ്കിലും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ നേമത്ത് ഇപ്പോൾ 2021-ലും 2016-ലും ആകെ പോൾ ചെയ്തിരിക്കുന്ന വോട്ടുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 1,46,000-ഉം 1,42,000-ഉമാണ്. ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. എന്നാലും 1.46 ലാക്സും 1.42 ലാക്സുമാണ്. ഇപ്പോൾ മഞ്ജുഷ് പറഞ്ഞിരിക്കുന്ന നിയമത്തിലെ കണക്കെന്ന് പറയുന്നതും ഏതാണ്ട് 1.4 ലാക്സിനടുത്ത് വരുന്ന കണക്കാണ്. അപ്പോൾ ആക്ച്വലി അവിടെ പോൾ ചെയ്തിരിക്കുന്ന വോട്ടുകളുടെ എണ്ണത്തിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 2 തവണ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 55K വോട്ട് കിട്ടുന്ന ആൾക്കാർക്കാണ് ജയസാധ്യതയുള്ളത്. നേരത്തെ ശ്രീ ഗോപകുമാർ സാർ പറഞ്ഞതുപോലെ അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നല്ല രീതിയിൽ വോട്ട് പിടിച്ചാൽ പോലും ഏതാണ്ട് ഒരു 55,000 വോട്ട് എന്നുള്ളതാണ് അവിടുത്തെ ഒരു എനിക്ക് തോന്നുന്നു അവിടെ ഒരു സേഫ് ആകാൻ പറ്റുന്ന ഒരു മാർജിൻ അത്രത്തോളമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ശ്രീ വി ശിവൻകുട്ടിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫീലിംഗ് ഒന്നും പൊതുവെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ജനറലി ഗവൺമെന്റിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷെ ഒരു സ്ഥാനാർത്ഥിയെ ഒറ്റ തിരിഞ്ഞ് മാറ്റി നിർത്തി അദ്ദേഹത്തിന് ആ പാർട്ടിയിലുള്ള ആൾക്കാർ പോലും അദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്യേണ്ടുന്ന രീതിയിലത്തേക്കുള്ള ഒരു സാഹചര്യമില്ല. അപ്പോൾ എവിടെയൊക്കെ കോർ പാർട്ടിയുടെ കേഡർ വോട്ടുകൾ, അനുഭാവി വോട്ടുകൾ ഉണ്ടോ അത് കൃത്യമായിട്ട് അദ്ദേഹം പോൾ ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതേപോലെ തന്നെ BJPയുടെ ശക്തമായിട്ടുള്ള ഒരു മണ്ഡലമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 22,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ നേമത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇപ്പോഴും നിരവധി കൗൺസിലർമാർ അവിടെ BJPക്ക് കിട്ടിയിരിക്കുന്ന നേമത്ത് നിന്നാണ്. അപ്പോൾ ഒരു BJP സ്വഭാവം പൊതുവെ ഉണ്ടായിരിക്കുന്ന ഒരു മണ്ഡലമായിട്ട് നേമം മാറിയിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് BJP അനുഭാവികളുടെ വോട്ടുകളും പൂർണ്ണമായിട്ട് അവിടെ പോൾ ചെയ്യപ്പെടും. പിന്നെ അവിടുത്തെ ഒരു ഡിസിസീവ് ഫാക്ടർ എന്ന് പറയുന്നത് ശബരിനാഥന്റെ പ്രസൻസ് ആണ്. കഴിഞ്ഞ തവണ ഏതാണ്ട് 35,000-36,000 വോട്ടാണ് ശ്രീ K മുരളീധരൻ പിടിച്ചത്. അതേപോലെയുള്ള വോട്ട് പിടിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമോ? സാധിച്ചില്ല എങ്കിൽ ആ വോട്ട് എങ്ങനെ സ്പ്ലിറ്റായി പോകും? അങ്ങനെയാണെങ്കിൽ നാച്ചുറലി നമുക്കത് കരുതാൻ കഴിയുന്നത് അത് BJPയിലേക്ക് പോവുക എന്നുള്ളതാണ്. കാരണം ഡീലിമിറ്റേഷന് മുമ്പുള്ള സമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവിടെ നിന്ന് സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ വോട്ട് ഏതൊക്കെ സമയത്ത് കുറഞ്ഞിട്ടുണ്ടോ ആ സമയത്താണ് അവിടെ BJPക്ക് വലിയൊരു വർധനയുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ശബരിനാഥന് കോട്ട കാക്കാനായിട്ട് പറ്റിയാൽ നിലവിലുള്ള അതേ സാഹചര്യം റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ അദ്ദേഹത്തിന് വോട്ടുകളിൽ കുറവുണ്ടാവുകയാണെങ്കിൽ അത് BJPക്ക് ഒരു അഡ്വാൻറ്റേജസ് പൊസിഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം രാജീവ് ചന്ദ്രശേഖരനെതിരെയും നേരത്തെ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു വികാരമോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ ഇല്ല. അങ്ങനെ ക്ലീൻ ഇമേജ് ഉള്ള 3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ പോൾ ചെയ്തിരിക്കുന്ന വോട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ചിടത്തോളം വലിയൊരു ഡിപ്പ് അതിലുണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ SIRമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ SIRൽ നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന വോട്ടുകൾ റീആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മൾട്ടിപ്പിൾ ലെയർ ഉള്ള പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെ രേഖകളാണ് കൊടുക്കേണ്ടത്, ഇനി വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള രേഖകളല്ലാതെ മറ്റെന്തൊക്കെ രേഖകൾ അഡീഷണൽ ആയിട്ട് കൊടുക്കാമെന്നത് കോർട്ട് ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുണ്ട്. അതിന് ടൈം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും എൻ്റെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള വോട്ട് ഈ മണ്ഡലത്തിൽ ഇവിടെ നഷ്ടപ്പെട്ടു എന്ന രീതിയിലത്തേക്കുള്ള പരാതികളൊന്നും തന്നെ നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല. അങ്ങനെ പരാതികൾ ഉണ്ടായിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു ആയുധമായിട്ട് കൊണ്ടുവരുമായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇത്രത്തോളം വോട്ട് അവിടെ നീക്കം ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോഴും അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് 1 മരണപ്പെട്ട ആൾക്കാരുടെ വോട്ടാണ്, 2 ഈ സംസ്ഥാനത്ത് നിന്ന് മാറിയിരിക്കുന്നതോ അല്ലെങ്കിൽ മണ്ഡലം മാറിയിരിക്കുന്നതുമായിട്ടുള്ള ആൾക്കാരുടെ വോട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വോട്ടുകൾ കൂടി പരിഗണിക്കപ്പെടേണ്ടതാണ്. കാരണം പൊതുവേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ SIR വന്നതിന് ശേഷം ലക്ഷക്കണക്കിന് വോട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് പോയി എന്ന് പറയുമ്പോഴും ഇതിന് കൃത്യമായിട്ട് ഇന്നയാളിന്റെ ലെജിറ്റിമേറ്റ് വോട്ട് നഷ്ടപ്പെട്ടു എന്ന രീതിയിലത്തേക്കുള്ള ഒരു പരാതി രാജ്യം മൊത്തത്തിൽ തന്നെ അങ്ങനെ ഒരു രീതിയിലത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലും വളരെ പൊളിറ്റിക്കലി അവെയർ ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഡയറക്റ്റ് ഇമ്പാക്ട് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ ഈ വോട്ടുകൾ ഒരുപക്ഷെ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 2 ലക്ഷത്തിന് മുകളിൽ വോട്ട് നിയമത്തുണ്ടായിരുന്ന സമയത്തും 1,46,000 വോട്ടാണ് പോൾ ചെയ്യപ്പെട്ടിരുന്നത് എങ്കിൽ ഏതാണ്ട് 60,000 വോട്ടുകൾ അവിടെ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് അർത്ഥം. ശരിയാണ്. പാലക്കാടിന്റെ കണക്കും വന്നിട്ടുണ്ട്. പാലക്കാട് നമുക്ക് സമാനമായ കണക്ക് തന്നെയാണ്. പാലക്കാട് 81% പോളിംഗ് ആണ്. പാലക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനും പിഷാരടിയും അതുപോലെ NMR റസാഖും മത്സരിക്കുന്ന ആവേശകരമായ പാലക്കാട് മണ്ഡലത്തിൽ 81% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 81.37%. 1,76,000 അവിടുത്തെ വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ 1.42, 1.43 പോൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ 12,000 വോട്ടുകൾ കുറവാണ് പാലക്കാട് മണ്ഡലത്തിൽ. പക്ഷേ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണ നോക്കുകയാണെങ്കിൽ കുറവാണ് ഇതിനേക്കാൾ. അപ്പോൾ ഏതാണ്ട് സമാനമായി വോട്ടർ ടേൺ ഔട്ട് ഉണ്ടായിട്ടുണ്ട്. അതെ, അത് ഞാൻ പറഞ്ഞത് എത്ര രജിസ്റ്റേർഡ് വോട്ടർമാരുണ്ടോ ആ രജിസ്റ്റേർഡ് വോട്ടർമാരിൽ നിന്നുണ്ടായിരിക്കുന്ന കുറവ് എന്ന രീതിയിൽ നമ്മളതിനെ കണ്ടു കഴിഞ്ഞാൽ അതൊരു വലിയ ഇമ്പാക്റ്റ് അല്ല എന്ന് തോന്നും. കാരണം 2 ലക്ഷം പേര് ഓൺ പേപ്പർ ഉണ്ടായിരിക്കുകയും അതിൽ 60,000 പേര് വോട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും 1,74,000 പേരുണ്ടാവുകയും അതിൽ 30,000 പേര് മാത്രമാണ് വോട്ട് ചെയ്യാതിരിക്കുന്നത് എന്നും വന്നു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തേതാണ് കുറച്ചുകൂടി കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റിഫ്ലക്ട് ചെയ്യുന്നത്. കാരണം ആദ്യമുള്ളത് ഓൺ പേപ്പർ അത്രത്തോളം ആൾക്കാരുണ്ട്, പക്ഷെ അവരൊന്നും ലെജിറ്റിമേറ്റ് ആയിട്ട് ടേൺ ഔട്ട് ചെയ്യുന്ന വോട്ടർമാരായിരുന്നില്ല. മരണപ്പെട്ടവരും ട്രാൻസ്ഫർ ആയി പോയിരിക്കുന്നവരും വോട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്ന ആൾക്കാരും ഒരുപക്ഷെ വിദേശത്ത് പോയവരും ഒക്കെ അതിലുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അതൊന്നും തന്നെ അവർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഉള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ ഹയർ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ത്രികോണ പോരാട്ടം അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള 2 പാർട്ടികൾ തമ്മിലുള്ള നെക്ക് ടു നെക്ക് ഫൈറ്റ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ അത് എത്രത്തോളം ഈ ജയാപജയങ്ങളെയൊക്കെ തന്നെ ബാധിക്കും എന്നത് നോക്കാനായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ശരി, ഏതായാലും SIRനെ കുറിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം കേൾക്കാൻ കൗതുകമുണ്ട്. സ്വാഭാവികമായിട്ടും അവർ ഈ പോളിംഗ് ശതമാനവും SIRും തമ്മിൽ താരതമ്യപ്പെടുത്തി പറഞ്ഞേക്കാം. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും അവരുടെ ഒരു വിലയിരുത്തൽ വരട്ടെ. അതിനു മുമ്പ് ഡോക്ടർ G. ഗോപകുമാർ, ന്യൂനപക്ഷങ്ങൾ UDFനൊപ്പം ഈ ഒരു രീതിയിലുള്ള വിലയിരുത്തൽ വന്നതാണല്ലോ. അപ്പോൾ ഈ ഉയർന്ന പോളിംഗ് ശതമാനവും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും കണ്ട ഈ ആവേശവും ഇത് അങ്ങനെ ഒരു കാര്യം അടിവരയിടുന്നത് തന്നെയാണോ താങ്കളുടെ ഒരു വിലയിരുത്തൽ? തീർച്ചയായിട്ടും അതിന് യാതൊരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് അധികാരമില്ലാതെ നിൽക്കുന്ന മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസിലൊരു ഭാഗവും അവിടെ നിൽക്കുന്നു. കേരള കോൺഗ്രസ് പൂർണ്ണമായൊരു ക്രൈസ്തവ പാർട്ടി അല്ലെങ്കിൽ പോലും ഒരു വലിയ രീതിയിൽ
ക്രൈസ്തവ മതവുമായി ബന്ധപ്പെട്ട പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട താല്പര്യങ്ങൾ കേരള കോൺഗ്രസിനകത്ത് ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അതൊരു ഘടകം തന്നെയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് നിൽക്കുന്ന സമയത്ത് വന്ന FCRA ബില്ലിനെ കുറിച്ച് കേരള കോൺഗ്രസിലെ രണ്ടു ഭാഗവും പറഞ്ഞെങ്കിലും ആദ്യം പറഞ്ഞത് ഇടതുപക്ഷത്തെ ജോസ് കെ മാണിയായിരുന്നു. പക്ഷേ അദ്ദേഹം LDFിലാണ്. UDFിനകത്ത് സഭ തന്നെ, ക്രൈസ്തവ സഭ തന്നെ ഇത്തവണ UDFിനോടൊപ്പം നിൽക്കണം എന്നുള്ളൊരു തീരുമാനമെടുത്തതായി പല മതപിതാക്കൾ അധ്യക്ഷന്മാരും പറഞ്ഞതായും വാർത്തകൾ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചതാണ്. അത് തെറ്റാകാൻ വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് 28% മുസ്ലിം സമുദായവും 17% ക്രൈസ്തവ സമൂഹവും ഇതിനൊക്കെ പുറമെ ദളിതരുടെയിലുള്ള ദളിത് ക്രൈസ്തവരും ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ഇവിടുത്തെ മൈനോറിറ്റി കൺസോളിഡേഷൻ എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ഏതാണ്ടൊരു 49-50% അടുത്ത് കണക്ക് വരുന്നതാണ്. ആ ഫോഴ്സ് നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ UDFിന് വിജയിക്കാൻ ഒരു വലിയ ഘടകമാവുള്ളൂ. ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ട്, അത് സംശയമില്ല. ഭരണവിരുദ്ധ വികാരവും മൈനോറിറ്റി കൺസോളിഡേഷനും കൂടിച്ചേരുമ്പോഴാണ് UDFിന്റെ വിജയത്തെ കാര്യമാക്കുന്നത്. അതിൽ തീർച്ചയായിട്ടും മൈനോറിറ്റി കൺസോളിഡേഷൻ വന്നു, 10 വർഷമായിട്ട് ഇന്ന് ഭരണത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്നു എന്നുള്ള സാഹചര്യവും മറ്റു പല പ്രശ്നങ്ങളിലും അവർക്ക് ഒരുമിച്ച് വരാൻ, രണ്ടുപേരും ഒരുമിച്ച് വന്നു എന്നല്ല, രണ്ടുപേരും ഒരുമിച്ച് വരുന്നൊരു ഒരു സെൻട്രൽ സ്റ്റേജ് ആയിട്ട് UDF മാറി എന്നുള്ളതാണ്. അത് UDFിന്റെ നേതൃത്വം അത് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മറുവശത്ത് പാർട്ടികളുടെ എണ്ണം LDFിൽ കൂടുതലാണെങ്കിലും അതിനകത്ത് ഇത് പറയുന്നത് പോലെയുള്ളൊരു മൈനോറിറ്റി കൺസോളിഡേഷൻ ഇല്ല. അതോടൊപ്പം നമുക്കറിയാം ചെറിയൊരു ഭാഗം മൈനോറിറ്റീസിൽ തന്നെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ജമാഅത്തെ ഇസ്ലാമി UDFിന്റെ അടുത്ത് നിന്നതും SDPI ഇടതുപക്ഷത്തിനോട് പിന്തുണ പ്രഖ്യാപിച്ചതുമൊക്കെ നമുക്കറിയാം. അത് ചില മണ്ഡലങ്ങളിൽ, സൂക്ഷ്മതലത്തിൽ ചില മണ്ഡലങ്ങളിൽ വോട്ടുകൾ ഒരു 5000 തൊട്ട് 10000 വോട്ട് വരെ മറിക്കാൻ പറ്റുന്ന ചില മണ്ഡലങ്ങളിൽ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതൊഴിച്ചാൽ അതർവൈസ് മൈനോറിറ്റി കൺസോളിഡേഷൻ UDFിൽ ഒരു ഇൻടാക്റ്റ് ആണ്. അതിന് തർക്കമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഒരു പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞൊരു ഹങ് അസംബ്ലി വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പോകുന്ന പല നാടകങ്ങളിൽ ഒന്ന് ഈ കേരള കോൺഗ്രസ് വിഭാഗം എങ്ങോട്ട് തിരിയും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മാണി ഗ്രൂപ്പ് UDFിലേക്ക് വരുമോ, ജോസഫ് ഗ്രൂപ്പ് LDFിലേക്ക് പോകുമോ, അതല്ല മുസ്ലിം ലീഗിനെ തന്നെ ഇടതുപക്ഷം കൊണ്ടുപോകുമോ? നമുക്ക് ഇതൊക്കെ കാണാവുന്നത് തെരഞ്ഞെടുപ്പ് വിധി വരുമ്പോൾ മാത്രമാണ്. പക്ഷേ ആസ് ഓഫ് നൗ മൈനോറിറ്റി കൺസോളിഡേഷൻ വളരെ വളരെ ശക്തമാണ് UDFിൽ. UDF അതിന് അനുകൂലമായൊരു നിലപാട് തന്നെയാണ് എടുത്തത്. ശരി ഡോക്ടർ ജി ഗോപകുമാർ, ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് 77.82% എന്നുള്ളതാണ്. ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന അവസാനത്തെ കണക്ക്. ഇതിൽ ചെറിയ വേരിയേഷൻ ഇതിന് ശേഷവും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഫൈനൽ കണക്ക് ഇതിൽ നിന്ന് അല്പം വ്യത്യാസം ഇനിയും വരാൻ വഴിയുണ്ടായിരിക്കാം. അതെ, ഉണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഏതാണ്ട് 2,11,00,000 ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. 2,11,00,000 ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ തവണത്തെ 2021 ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. ശതമാനത്തിലും കാണുമല്ലോ, വോട്ടുകളുടെ എണ്ണത്തിൽ മാത്രമല്ല ശതമാനത്തിലും കാണാം. എന്താണ് സിബി എത്ര ശതമാനത്തിന്റെ വ്യത്യാസമുണ്ട് മഞ്ജുഷ പറയാൻ കഴിയുന്നുണ്ടോ? കഴിഞ്ഞ തവണ 75%ആയിരുന്നല്ലോ, ഇത്തവണ 70% വർധനവുണ്ടായി. കഴിഞ്ഞ തവണത്തേക്കാൾ 2% വർധനവുണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് 2% വർധനവുണ്ട്. 2.8% വർധനവുണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ വോട്ടർമാരുടെ എണ്ണം ഇതിനേക്കാൾ കൂടുതലായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ആകെ വോട്ടർമാർ. പക്ഷേ അങ്ങനെ വന്നാലും ആകെ പോൾ ചെയ്ത വോട്ടർമാരുടെ എണ്ണത്തെ മറികടന്നു ഇത്തവണ. ഏകദേശം 8 ലക്ഷത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട്, 7 ലക്ഷത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട്. സിബി, തീർച്ചയായിട്ടും 8 ലക്ഷത്തോളം വോട്ടർമാർ അധികമാണുണ്ട് പോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു വലിയ ഇമ്പാക്ട്, ഒരു വലിയ മാറ്റമെന്ന് നമുക്ക് ശരിക്കും പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പോളിംഗ് ശതമാനത്തിൽ ഒരു വൻ വർധനവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം SIRന്റെ എഫക്ട് കൂടെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ നാമമാത്രമായ വ്യത്യാസമേ ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ വന്നിട്ടുള്ളൂ എന്നാണ് നമ്മൾ കരുതേണ്ടത്. കാരണം 80 ഈ SIRന്റെ എഫക്ട് അടക്കം 80-ന് മുകളിൽ ടേൺ ഔട്ട് വന്നാൽ മാത്രമേ ഈ പറഞ്ഞ പോലെ വളരെ സിഗ്നിഫിക്കന്റ് ആയ ഒരു മാറ്റം എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് നമുക്കിതിനെ കാണാൻ പറ്റുന്നുള്ളൂ. അങ്ങനെയല്ലല്ലോ. കാരണം 3 ലക്ഷം വോട്ടർമാരുടെ കുറവ് തന്നെ ഇത്തവണ 2021 ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും 7 ലക്ഷത്തിനും 8 ലക്ഷത്തിനും വോട്ടർമാർ കൂടിയിട്ടുണ്ട്, ടേൺ ഔട്ട് കൂടിയിട്ടുണ്ട്. കാരണം വോട്ട് ചെയ്തവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ സിഗ്നിഫിക്കന്റ് തന്നെ അല്ലേ ഇക്കാര്യത്തിൽ
സിഗ്നിഫിക്കൻസ് ഇല്ല എന്ന് പറയാൻ പറ്റും. എല്ലാ 5 വർഷം കൂടുമ്പോഴും നമ്മുടെ ജനനനിരക്കും മരണനിരക്കും തമ്മിലുള്ള വ്യത്യാസം വെച്ചിട്ട് ജനനനിരക്ക് കൂടുതലായതുകൊണ്ട് സ്വാഭാവികമായിട്ടും വോട്ടർമാരുടെ എണ്ണത്തിൽ എല്ലാ തവണയും വ്യത്യാസം വരാറുണ്ട്. വോട്ട് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വ്യത്യാസം വരാറുണ്ട്. അല്ല, ഇത്തവണ വോട്ട് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കുറവാണ് വന്നത്. അത് നമുക്ക് അല്ല സിബി, അത് മനസ്സിലാക്കേണ്ടത് ഇത്തവണ വോട്ടർ പട്ടികയിലുള്ളവരുടെ എണ്ണത്തിൽ കുറവാണ് വന്നത്. പക്ഷെ വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ വർധനവും വന്നിട്ടുണ്ട്. അപ്പോൾ പെർസെന്റേജ് സിഗ്നിഫിക്കന്റ് ആയിട്ട് കൂടിയിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആഗ്രഹിച്ചത് 85%. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആഗ്രഹിച്ചത് 85%. അത്രയും വന്നിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞത് മഞ്ജുഷ്, അതായത് 2021 കൂടുതൽ, അതായത് 2016 വോട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ പേര് 2021 വോട്ട് ചെയ്തിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും വോട്ടർമാരുടെ എണ്ണം കൂടുന്നതുകൊണ്ടാണ്. പക്ഷെ അന്ന് SIR നടന്നിട്ടില്ല. അന്ന് നമ്മുടെ വോട്ടർ പട്ടിക ക്ലീൻ ആയിട്ടില്ല. ഇപ്പൊ വോട്ടർ പട്ടിക ക്ലീൻ ആയി. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ വോട്ട് ചെയ്തവരുടെ എണ്ണം നോക്കുമ്പോഴും വളരെ സിഗ്നിഫിക്കന്റ് ആയ ഒരു വ്യത്യാസം ആ നമ്പർ ഇൻക്രീസിൽ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് SIRന്റെ എഫക്ട് കൊണ്ട് മാത്രമാണ് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റ് വീണ്ടും ഞാൻ വാലിഡേറ്റ് ചെയ്യുന്നു. 2.8% ഇപ്പൊ അധികം വന്നിട്ടുള്ളതിന്റെ 70% ആട്രിബ്യൂട്ടഡ് ടു SIR ചേഞ്ച് ആണ്, അല്ലാതെ യഥാർത്ഥത്തിലുള്ള വോട്ടർമാരുടെ ചേഞ്ച് കൊണ്ടല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രീത്, അങ്ങനെയുണ്ടോ? എനിക്ക് വോട്ടർമാരുടെ എണ്ണത്തിലും വർധനം ഉണ്ടായിട്ടുണ്ട്, വോട്ട് ചെയ്തവരുടെയും. അത് ഞാനതിനെ സാധൂകരിക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങളുടെ പൊതുവെയുള്ള ഒരു ആവേശമാണ് അവിടെ കണ്ടത് എന്നുള്ളതാണ്. അതാണല്ലോ നമ്മൾ മാറ്റത്തിനുള്ള കാറ്റാണോ എന്ന് പറയുന്നത്. ശരി ശ്രീത്, ആവേശമുണ്ട്, വോട്ടർ പട്ടികയിലെ വ്യത്യാസവും വന്നിട്ടുണ്ട്. അല്ല, ഞാനതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് 3 ലക്ഷം ആൾക്കാരുടെ, അതായത് ഡിലീഷൻസും അഡീഷൻസും കൂടെ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് ഏതാണ്ട് 3 ലക്ഷം ആൾക്കാരാണ് വർദ്ധിച്ചിരിക്കുന്നത് എന്നിരിക്കെ മൊത്തത്തിൽ 8 ലക്ഷം ആൾക്കാരുടെ അഡീഷണൽ ആയിട്ടുള്ള ഒരു വോട്ടിംഗ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് 5 ലക്ഷം ആൾക്കാർ, അതായത് സാധാരണഗതിയിൽ വോട്ടിങ്ങിൽ കാര്യമായി ഇടപെടാത്ത 5 ലക്ഷം ആൾക്കാർ കൂടി ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിലത്തേക്കുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയാണ്. പിന്നെ ഈ പറയുന്ന ഒരു അഡീഷണൽ 8 ലക്ഷം എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിലേക്ക് നമ്മൾ അതിനെ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെയുള്ള കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏതാണ്ടൊരു മേ ബി 5500 5800 വോട്ടുകളുടെ വ്യത്യാസമാണ് ഒരു മണ്ഡലത്തിൽ ആവറേജ് വരിക. അത് ഡിസിസീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് യൂണിഫോം ആയിട്ടല്ല അപ്ലൈ ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ അത് ഡിസിസീവ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പാലക്കാട്, കോഴിക്കോട്, പാലക്കാടൊക്കെ തന്നെ ചെറിയ മാർജിനുകളിലൊക്കെ തന്നെ സെറ്റിൽ ചെയ്യപ്പെടാവുന്ന സീറ്റുകൾ ഈ ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടാകുന്ന സമയത്തുള്ളപ്പോൾ, അല്ലെങ്കിൽ കോഴിക്കോട് അതേപോലെ UDF ഒരു ഗെയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ള ഒരു സ്ഥലത്താണ് എങ്കിൽ ചെറിയ മാർജിനുകളിലൊക്കെ തന്നെ സെറ്റിൽ ചെയ്യപ്പെടാവുന്ന സീറ്റുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അഡീഷണൽ ആയിട്ടൊരു 5500 5800 വോട്ടുകൾ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫലത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. പിന്നെ ഇത് മൊത്തത്തിൽ 140 പ്രൊജക്ട് ചെയ്യുമ്പോഴാണിത്. ചില മണ്ഡലങ്ങളിൽ ഇത് സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ആയിരിക്കാം. ചിലപ്പോൾ 10,000 വോട്ടുകളുടെ വ്യത്യാസമുള്ള മണ്ഡലങ്ങൾ ഉണ്ടായിരിക്കാം, 5,000 ഇല്ലാത്ത മണ്ഡലങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് പല സ്ഥലങ്ങളിലും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അബ്സല്യൂട്ട് നമ്പേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ 8 ലക്ഷം എന്ന് പറയുന്നത് ചെറുതാണെന്ന് തോന്നാമെങ്കിലും ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ, നെക്ക് ടു നെക്ക് ഫൈറ്റുകളുള്ള ഒരു 10-30 മണ്ഡലങ്ങളോളം ഇവിടെ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അത് ഒരു ഡിസൈസീവ് ഫാക്ടറായി മാറാനുള്ള സാധ്യതയുണ്ടെന്നാണ് മഞ്ജുഷ് ഞാൻ കാണുന്നത്. വളരെ പോസിറ്റീവായിട്ടാണ് ആൾക്കാർ ആ ഒരു പ്രക്രിയയിൽ ഇടപെട്ടിരിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, ഇതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്തായാലും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ വിലയിരുത്തലുകളും അവരുടെ അഭിപ്രായങ്ങളും ഇനിയും വരാൻ കിടക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ ഉയർന്ന പോളിംഗ് ശതമാനവും വോട്ടർമാരുടെ എണ്ണം കൂടിയതും, പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം കൂടിയതുമൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ അഭിപ്രായം വൈകാതെ തന്നെ കിട്ടുകയും ചെയ്യും. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. പ്രൈം ഡിബേറ്റ് അവസാനിക്കുകയാണ്. നന്ദി.